आशीष आशा के साथ बैठे हैं, परमेश्वर के सन्मुख में आनंद के साथ बैठे हैं। पवित्र आत्मा देव हमारे साथ बात करने जा रहे हैं। आज पास्टर रेंजी और पास्टर विल्सन दोनों को हम ताली बजाते हुए स्वागत करें। Praise the Lord. वेलकम पास्टर। Praise the Lord. Praise the Lord. അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയം വീണ്ടും കർത്താവിന്റെ വചനത്തിന് മുമ്പാകെ നമുക്ക് ഒരുമിച്ച് ലഭിച്ചിരിക്കുന്നത് ഓർത്ത് വലിയവനായ നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. परमेश्वर के वचन के सामने एक और आशीषित मौका मिलने के लिए हम हमारे परम प्रधान परमेश्वर को महिमा दें। ദൈവവചനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ ദിവസങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. परमेश्वर के वचन के बहुत ही महत्वपूर्ण, सबसे महत्वपूर्ण हिस्से के बारे में हम इन दिनों में सीख रहे हैं। സഹോദരങ്ങളെ, ഞാൻ ആദ്യം സൂചിപ്പിച്ചിരുന്നത് പോലെ, കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നത് പോലെ, ദൈവവചനത്തിൽ മറ്റൊരു ഭാഗവും വായിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾ ഈ പർവ്വത പ്രസംഗത്തെക്കുറിച്ച് പഠിക്കാതിരിക്കരുത്, അതിനെക്കുറിച്ച് മനസ്സിലാക്കാതിരിക്കരുത്. पिछले दिनों में जैसे मैंने आपको याद दिलाया था, अगर परमेश्वर के वचन में से और कुछ आप नहीं भी सीख पाते हैं तो भी पहाड़ी उपदेश को सीखे बिना नहीं रहना, उसे समझे बिना नहीं रहना। കർത്താവിന്റെ ദാസന്മാരെ, കർത്താവിന്റെ ദാസിമാരെ, നിങ്ങളോട് സ്നേഹത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, മറ്റൊന്നും നിങ്ങളുടെ സഭകളെ പഠിപ്പിച്ചില്ലെങ്കിലും നിങ്ങൾ കർത്താവിന്റെ ഈ ഉപദേശം, പർവ്വത പ്രസംഗം, ഓരോ വാക്യങ്ങളെടുത്ത് ദൈവസഭയെ പഠിപ്പിക്കേണ്ടതാണ്. परमेश्वर के दासों, परमेश्वर की दासियों, मैं प्रेम पूर्वक आपसे कहना चाहता हूं कि आप अपनी कलीसिया में और किसी भी वचन को चाहे न सिखाएं, पर इस पहाड़ी उपदेश को, एक एक वचन को आप अपनी कलीसिया में जरूर सिखाएं। നാം ഹൃദയം തുറന്ന് വിശ്വസ്തയോടെ, ആത്മാർത്ഥതയോടെ ഈ തിരുവചനങ്ങളെ ഹൃദയത്തിൽ സ്വീകരിക്കുകയാണെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ജീവിതം മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. अगर हम दिल को खोलकर सच्चाई से, ईमानदारी से इन वचनों को स्वीकार करते हैं तो हमें पता भी नहीं चलेगा कब हमारी जिंदगी में एक बदलाव आ जाएगा। ഈ ലോകത്തിൽ ധനം നമുക്കില്ലെങ്കിലും, പേരും പെരുമയും ഇല്ലെങ്കിലും, ആരും നമ്മളെ അറിഞ്ഞില്ലെങ്കിലും, ആരും നമ്മളെ അംഗീകരിച്ചില്ലെങ്കിലും, നമ്മുടെ ശുശ്രൂഷ എത്ര ചെറുതാണെങ്കിലും ശരി, ദൈവത്തിന്റെ സന്നദ്ധിയിലൂടെ നീതിയിൽ നമുക്ക് വർദ്ധിക്കുവാനായിട്ട് കഴിയും. इस दुनिया में चाहे हमारे पास धन न हो, नाम या शोहरत न हो, पर चाहे हमारी सेवकाई कितनी भी छोटी क्यों ना हो, पर हम परमेश्वर की धार्मिकता में बढ़ सकते हैं। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ ലോകം എല്ലാം നമുക്ക് അനുകൂലമാണെങ്കിലും ദൈവം നമുക്ക് പ്രതികൂലമായി നിന്നാൽ നമ്മുടെ അവസ്ഥ എന്താകും? परमेश्वर के जनों, चाहे पूरी दुनिया हमारे साथ खड़ी हो, पर अगर परमेश्वर हमारे खिलाफ हो गया तो हमारी हालत क्या होगी? കർത്താവിന്റെ വചനത്തിൽ കർത്താവ് ഇങ്ങനെ പറയുന്നു, ഒരുവൻ സർവ്വലോകവും നേടിയിട്ട് സ്വന്തം പ്രാണനെ അവൻ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം? परमेश्वर का वचन कहता है, यदि कोई व्यक्ति पूरी दुनिया को कमा ले तो भी अगर अपने प्राण को खो बैठे तो उसे क्या फायदा? എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസവും, ഓരോ നിമിഷവും നാം ഈ ഒരു ചിന്തയിൽ ജീവിക്കണം. കർത്താവേ, ഇന്ന് എന്റെ ജീവിതത്തിന്റെ അവസാനമാണെങ്കിൽ ഞാൻ ഈ ഭൂമി വിട്ടുപോയാൽ അങ്ങയുടെ സന്നിധിയിൽ എത്തുമോ? इसीलिए मेरे प्रिय भाइयों और बहनों, इस दुनिया में जब हम जिंदा रहते हैं, एक एक पल, एक एक दिन हमारी सोच यही रहनी चाहिए कि अगर आज मेरा अंत होता है तो क्या मैं आपकी उपस्थिति में आ पाऊंगा? അതുകൊണ്ട് നമുക്ക് വളരെ വളരെ സത്യസന്ധതയോടുകൂടി, സമർപ്പണത്തോടുകൂടി കർത്താവിന്റെ വചനത്തിന്റെ മുമ്പാകെ ഇന്നത്തെ രാത്രിയിലുമായിരിക്കാം. तो आज की संध्या के समय भी हम बड़े समर्पण के साथ में, बड़ी सच्चाई के साथ में प्रभु के चरणों पर बैठे। കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും എന്നുള്ള വിഷയത്തിൽ നിന്നാണ്. पिछले हफ्ते में हमने ये सीखा था कि धन्य है वे जो दयावंत हैं, क्योंकि उन पर दया की जाएगी। മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 7-ാമത്തെ വാക്യമാണ് അത്. और वो मत्ती का सुसमाचार 5वां अध्याय उसका 7वां वचन है। നമുക്ക് തിരുവചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു, ദൈവം നമ്മളോട് കരുണ കാണിക്കുന്നത് പോലെ നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിക്കണം. परमेश्वर के वचन से हमने इस बात को सीखा कि जैसे परमेश्वर हम पर दया करता है, हमें भी दूसरों पर दया करनी है। അപ്പോൾ ഈ ലോകത്തിൽ കരുണയുള്ള ഒരു ജനമായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. तो इस दुनिया में परमेश्वर ने हमें दयावान लोगों के रूप में बुलाया है। ലോകത്ത് ചുറ്റുപാടുമുള്ളവരെ നോക്കുമ്പോൾ അവരിൽ പലരും സ്വാർത്ഥതയാണ്, സ്വന്തം താല്പര്യം അന്വേഷിക്കുന്നവരാണ്, ഹൃദയം അലിഞ്ഞവരല്ല, കരുണയില്ലാത്തവരാണ്. അതിന്റെ മധ്യത്തിൽ ഈ ശ്രേഷ്ഠമേറിയ ക്വാളിറ്റി പരിശുദ്ധാത്മാവ് തന്ന് നമ്മളെ ആക്കി വെച്ചിരിക്കുക.
दुनिया में अपने चारों ओर के लोगों को जब हम देखते हैं तो हमें लोग स्वार्थी नजर आते हैं। वो अपने हित की चिंता करते हैं, उनके अंदर कोई तरस नहीं है, दया नहीं है। लेकिन ऐसों के बीच में परमेश्वर ने हमें एक इतनी बड़ी बुलाहट के साथ में दयावान होने के लिए बुलाया है। ഏതാണ്ട് ഒരു 150 വർഷം 200 വർഷങ്ങൾ മുന്നിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അന്നത്തെ സ്ഥിതിയാണോ ഇന്ന് ഭാരതത്തിൽ ജീവിക്കുന്ന നമ്മുടെ സ്ഥിതി? लगभग 150-200 साल पहले के हालात अगर भारत के बारे में सोचें तो क्या उस समय जैसी है आज की हमारी स्थिति? അന്ന് നമ്മുടെ രാജ്യത്ത് വിദ്യാഭ്യാസമില്ലായിരുന്നു, വേണ്ടത്ര ആരോഗ്യകരമായിട്ടുള്ള അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഇല്ലായിരുന്നു, മറ്റു പല കാര്യങ്ങളും ഇല്ലായിരുന്നു. എന്നാൽ ഇന്ന് അതൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. उस समय हमारे देश में पढ़ने लिखने की इतनी सुविधाएं नहीं थी, अस्पताल या चिकित्सा सुविधाएं नहीं थी, पर आज हम देखते हैं ये सब हमारे पास है। ഇന്ത്യയുടെ ചരിത്രം സത്യസന്ധമായി നാം പഠിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ലോക ചരിത്രത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ, ജീവിതത്തിന്റെ അവസ്ഥ മാറ്റുവാൻ തക്കവണ്ണം, അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുവാൻ തക്കവണ്ണം ആ ദേശത്തേക്ക് കടന്നു വന്നത് കർത്താവിന്റെ മിഷണറിമാരാണ്. भारत के इतिहास को अगर हम पूरी ईमानदारी से देखें या फिर दुनिया के इतिहास में अगर भारत के बारे में हम देखें तो हम ये देख पाएंगे कि भारत के हालातों को बदलने के लिए, इसकी स्थिति को बदलने के लिए परमेश्वर के प्रभु के मिशनरी लोग दयावान होकर इधर आए। നമ്മുടെ നാട്ടില് വസൂരി അതുപോലെയുള്ള പകർച്ചവ്യാധികളാൽ ജനം മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ശുചീകരണമില്ലാതെ അവിടെ യാതൊരു വിധമായ വൃത്തിയുമില്ലാതെ അല്ലെങ്കിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ മനുഷ്യർ ജീവിക്കുന്നത് കണ്ടപ്പോൾ അവരുടെ മധ്യത്തിലേക്ക് വിദ്യാഭ്യാസത്തെ കൊണ്ടുവന്നു, അതുപോലെ തന്നെ ചികിത്സാ സമ്പ്രദായങ്ങളെ കൊണ്ടുവന്നു, അതുപോലെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അവസ്ഥയെ ഉയർത്തുവാൻ തക്കവണ്ണം, സംസ്കാരം ഉയർത്തുവാൻ തക്കവണ്ണം അവര് വിവിധ ദേശങ്ങളിൽ നിന്ന്, വിവിധ രാജ്യങ്ങളിൽ നിന്ന്, ലോകത്തിലുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്ന് നമ്മളെ സ്നേഹിച്ച്, മനുഷ്യരെ സ്നേഹിച്ച് നമ്മുടെ ദേശത്തേക്ക് എത്തുവാൻ തക്കവണ്ണം ഇടയായി. जब हमारे यहाँ पर लोग लाइलाज बीमारियों से मर रहे थे, जब उन्होंने ये देखा कि लोग बहुत ही गंदी परिस्थितियों में, जहाँ साफ सफाई बिल्कुल भी नहीं है, बहुत ही बुरे हालातों में जी रहे हैं, पढ़ाई लिखाई नहीं है, चिकित्सा सुविधा नहीं है, तो दुनिया भर के देशों से, अलग अलग देशों से लोग हमसे प्रेम करके, मनुष्यों से प्रेम करके इधर आए। यहाँ पर पढ़ाई लिखाई की सुविधाएं उन्होंने तैयार की, चिकित्सा की सुविधाएं उन्होंने तैयार की। അത് അവർക്കത് കൊടുക്കേണ്ടി വന്നത് എന്താണെന്നറിയാമോ? അവരുടെ സ്വന്തം ജീവനെ പലർക്കും നഷ്ടപ്പെടുത്തേണ്ടി വന്നു. അവരുടെ കുടുംബത്തിലുള്ള കുഞ്ഞുങ്ങൾ രോഗങ്ങൾ കൊണ്ട് മരിക്കേണ്ടതായിട്ട് വന്നു. അവർ ഈ ലോകത്ത് അവരുടെ സ്വന്തം ദേശത്തുള്ള സുഖങ്ങളും സൗകര്യങ്ങളും എല്ലാം വിട്ട് അവിടേക്ക് കടന്നു വന്ന് നരകതുല്യമായ ജീവിതത്തിൽ അവരും ഒരു ഭാഗം വഹിച്ച് നമ്മെ സഹായിക്കുവാൻ തക്കവണ്ണം അവരുടെ ജീവിതത്തെ അവിടെ ഹോമിച്ചു. पर इसके लिए उनको क्या कीमत चुकानी पड़ी? उनमें से कईयों को अपनी जान देनी पड़ी, कईयों को अपने परिवार, अपने बाल बच्चों को मौत के हवाले होते हुए देखना पड़ा, कईयों को अपनी सुख सुविधा, अपने घर बार को छोड़कर यहाँ की नरक जैसी जिंदगी में वो हमारे साथ आकर रहे, अपनी जिंदगी को होम कर दिया। കുഷ്ഠരോഗികളെ സഹായിക്കുവാൻ തക്കവണ്ണം, ചികിത്സിക്കുവാൻ അവിടെ എത്തിയ മിഷണറിമാർക്ക് പലർക്കും കുഷ്ഠരോഗം പിടിച്ചതായിട്ട് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. कोढ़ के मरीजों की देखभाल करने के लिए जो मिशनरी आए थे उनके बारे में हम पढ़ते हैं, उनमें से कईयों को खुद को कोढ़ हो गया और वो कोढ़ ही होकर मरे। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞതിന്റെ സാരം എന്തെന്ന് ചോദിച്ചാൽ, കർത്താവിന്റെ സ്നേഹം അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ അവർ മറ്റുള്ളവരോട് കരുണ കാണിക്കുവാനായിട്ട് ജീവിതത്തിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു. मेरे भाइयों, मेरे कहने का मतलब ये है कि जब उन्होंने अपने जिंदगी में, अपने जीवन में परमेश्वर की दया को जब पाया तो वो दूसरों पर दया करने के लिए अपनी जिंदगी में आगे निकल पड़े। അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ ദയ വരുമ്പോൾ, ദൈവത്തിന്റെ കരുണ വരുമ്പോൾ, ശ്രേഷ്ഠമേറിയ സമാധാനത്തിൽ, സ്വസ്ഥതയിൽ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുമ്പോൾ, നമ്മുടെ ചുറ്റുപാടുകളിൽ സ്വസ്ഥതയും സമാധാനവും സന്തോഷവും ഇല്ലാത്തവരുടെ മധ്യത്തിലേക്ക് ഈ വിശേഷ ദൂതുമായി നാം ഇറങ്ങേണ്ടിയിരിക്കുന്നു. इसी तरह जब परमेश्वर ने हमारी जिंदगी में अपनी दया की, जब उसने हमें अपनी शांति और अपना चैन जब हमें दिया, तो हमारे चारों ओर ऐसे बहुत सारे लोग हैं जिनको दया की जरूरत है, जिनकी जिंदगी में कोई चैन नहीं है, कोई शांति नहीं है। तो इस खास संदेश के साथ हमें उनके बीच में जाने की जरूरत है। നമ്മൾ കരുണ കാണിച്ചില്ലെങ്കിൽ നമുക്ക് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകുമെന്ന് കഴിഞ്ഞ ആഴ്ച യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ചു. अगर हम दया नहीं करते हैं तो हमारा न्याय भी बिना दया के होगा। इसे हमने याकूब की पत्री में पिछले हफ्ते देखा था। മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ നമ്മൾ കേട്ടു. അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? നമ്മുടെ കർത്താവിനോട് പറയുകയാണ്,
ഞങ്ങൾ ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കണമേ എന്ന്. मत्ती 6 के 12 में हमारे प्रभु द्वारा सिखाई गई प्रार्थना में हम प्रभु से ये कहते हैं, परमेश्वर से, कि हे परमेश्वर, जैसे हमने अपने अपराधियों को क्षमा किया है, वैसे ही तू भी हमारे अपराधों को क्षमा कर. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിലേക്ക് വരുമ്പോൾ 35-ാമത്തെ വാക്യമാണെന്ന് അവിടെ എഴുതിയിരിക്കുന്നു, നിങ്ങൾ സഹോദരന്മാരോട് പൂർണ്ണ ഹൃദയത്തോടെ ക്ഷമിച്ചില്ല എങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കത്തില്ല. मत्ती 18 के अंतिम वचन की ओर जब हम आते हैं, मुझे लगता है वो 35वां वचन है, वहां पे लिखा है कि इसी तरह से यदि तुम में से हर एक अपने भाई को दिल से क्षमा नहीं करेगा, तो मेरा स्वर्गीय पिता भी तुम्हारे साथ ऐसा ही करेगा. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇന്നത്തെ രാത്രി നമ്മൾ തീരുമാനിക്കേണ്ടത് ഇതാണ്: കർത്താവേ, ഈ ലോകത്തിലുള്ള ഒരു മനുഷ്യനോടും പകയോ വിദ്വേഷമോ എന്റെ ഹൃദയത്തിൽ വെക്കാതെ എല്ലാവരോടും ക്ഷമിക്കുവാനും മറ്റുള്ളവരോട് കരുണ കാണിക്കുവാനും എന്നോട് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചാണ്. तो इसलिए भाइयों, आज हमारा निर्णय ये होना चाहिए, परमेश्वर से हमारी दुआ ये होनी चाहिए कि इस दुनिया में किसी भी व्यक्ति के प्रति मेरे मन में कोई बैर या गुस्सा न रहे, हर किसी पर दया करने का एक अनुग्रह मुझे दे. ഓരോ ദിവസം നമ്മൾ എഴുന്നേൽക്കുമ്പോഴും നമ്മുടെ പ്രാർത്ഥന ഇങ്ങനെയാകട്ടെ: കർത്താവെ, ഇന്നത്തെ പകൽക്കാലം ചില വ്യക്തികൾക്ക് കർത്താവിന്റെ സ്നേഹം എന്റെ ജീവിതത്തിലൂടെ ഒന്ന് കാണിച്ചു കൊടുക്കുവാൻ, ചിലരോട് കരുണ കാണിക്കുവാൻ, ചിലരോട് മനസ്സലിയുവാൻ, ചിലരെ ആശ്വസിപ്പിക്കുവാൻ, കർത്താവെ, അങ്ങയുടെ സ്വഭാവം എന്നിലൂടെ പുറത്ത് മറ്റുള്ളവർ കാണുവാൻ ഇടയാക്കുമാർ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചാണ്. हर दिन सुबह जब हम उठते हैं तो हमारी प्रार्थना ये होनी चाहिए कि प्रभु, आज इस दिन भर के दौरान में कुछ लोगों पर मैं आपकी दया दिखाने पाऊं, कुछ लोगों पर मैं तरस खाने पाऊं, कुछ लोगों को मैं दिलासा देने पाऊं, और आज आपके द्वारा कुछ लोग मेरी जिंदगी में आपके स्वभाव को देखने पाए, इसका अनुग्रह मुझे दे. അങ്ങനെ നാം ജീവിച്ചു കഴിയുമ്പോൾ നാം കർത്താവ് നടന്നതുപോലെ നടക്കുവാൻ തക്കവണ്ണം ഇടയാകും. നാം മൂലം അനേകര് കർത്താവിന്റെ സ്നേഹം അനുഭവിപ്പാൻ തക്കവണ്ണം ഈ ജീവിതത്തിൽ ഇടയാകും. जब हम ऐसी जिंदगी जीते हैं तो हम धीरे धीरे प्रभु जैसी जिंदगी जीने लगेंगे, और हमारे द्वारा बहुत से लोग प्रभु को जानने पाएंगे. അതിന് വിദ്യാഭ്യാസം ഇല്ലാത്തത് തടസ്സമല്ല, പണമില്ലാത്തത് തടസ്സമല്ല, ലോകത്തിൽ നമുക്ക് പേരും പെരുമയും ഇല്ലാത്തത് തടസ്സമല്ല. നമുക്ക് വേണ്ടത് ഒന്ന് മാത്രമാണ്: നമ്മുടെ ഹൃദയം കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കുക, കർത്താവ് പറഞ്ഞ സ്വഭാവം നമ്മളിലേക്ക് കൊണ്ടുവരിക, അത്രമാത്രം. उसके लिए पढ़ाई लिखाई की कमी एक रुकावट नहीं है, धन की कमी एक रुकावट नहीं है, दुनिया में नाम या शोहरत का न होना एक रुकावट नहीं है. जरूरत सिर्फ इस बात की कि प्रभु का दिल हमारे अंदर होने पाए, एक समर्पण हमारा प्रभु के प्रति होने पाए. നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് വരാം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 8-ാമത്തെ വാക്യം. हम अगले वचन की ओर आएंगे. मत्ती का सुसमाचार 5वां अध्याय उसका 8वां वचन. അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. वहां लिखा है मत्ती 5 की 8 में, धन्य हैं वे जिनके मन शुद्ध हैं, क्योंकि वे परमेश्वर को देखेंगे. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നു: ബ്ലെസ്ഡ് ആർ ദ പ്യൂർ ഇൻ ഹാർട്ട്, ഫോർ ദേ ഷാൽ സീ ഗോഡ്. इंग्लिश में भी यही चीज लिखी है कि धन्य है वे जिनके मन शुद्ध हैं, क्योंकि वे परमेश्वर को देखेंगे. നമ്മള് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ദൈവത്തെ കാണണമെന്ന്? ये सुनने वाले हम में से कितनों के अंदर परमेश्वर को देखने की एक इच्छा है? നമ്മളിൽ എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ മരിക്കുമ്പോൾ ദൈവത്തിന്റെ അടുക്കൽ എത്തുമെന്നാണ്. हम सब लोग ये सोच रहे होंगे कि जब हम मरेंगे, हमारी मृत्यु होगी, हम परमेश्वर के पास पहुंच जाएंगे. നമുക്ക് ആർക്കും നരകത്തിൽ പോകുന്നത് ഇഷ്ടമല്ല. हम में से किसी को भी नरक में जाना तो बिल्कुल भी पसंद नहीं है. നാം യേശു കർത്താവിങ്കലേക്ക് വന്നപ്പോൾ, വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രത്യാശയും പ്രതീക്ഷയും ഇതാണ്: നമ്മുടെ മരണത്തിനു ശേഷം നാം കർത്താവിനോട് കൂടെ സ്വർഗത്തിൽ വസിക്കുമെന്ന്. जब हम प्रभु में आए, जब हम विश्वास में आए, तो हमें यही आशा और विश्वास मिला कि जब हम यहाँ से जाएंगे, हम हमारे प्रभु के साथ स्वर्ग में वास करेंगे. പക്ഷെ ഇവിടെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞിരിക്കുന്ന ഈ ആറ്റിറ്റ്യൂഡ് നോക്കിയേ, നമ്മുടെ സ്വഭാവം എങ്ങനെയായിരിക്കണമെന്നാണ്? ദൈവത്തെ കാണണമെങ്കിൽ നമുക്ക് ഹൃദയ ശുദ്ധി ഉണ്ടായിരിക്കണം. पर प्रभु द्वारा कहे गए इस धन्य वचन को देखिए, वो क्या कहता है? अगर प्रभु को देखना है तो वो कहता है हमारे मन शुद्ध होने चाहिए. ദൈവത്തോടു കൂടെ വസിക്കണമെങ്കിൽ ഒരു വ്യക്തിയിൽ എന്തൊക്കെ സ്വഭാവങ്ങൾ ഉണ്ടായിരിക്കണമെന്നാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ ഈ വാക്യങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. इन दिनों में, इन वचनों में हम इस बात को सीख रहे हैं कि अगर परमेश्वर के साथ में रहना है, वास करना है, तो एक आदमी के अंदर स्वभाव कैसा होना चाहिए. ഈ ഒരു സ്വഭാവം ഇല്ലെങ്കിലും ശരി നമുക്കൊരു പാസ്റ്ററായിട്ട് ശുശ്രൂഷ ചെയ്യാം. ഈ ഒരു സ്വഭാവം ഇല്ലെങ്കിലും ശരി കയ്യിൽ വേദപുസ്തകവും എടുത്തുകൊണ്ട് വേലയ്ക്കായിട്ട് ഇറങ്ങാം. ഈ ഒരു സ്വഭാവം ഇല്ലെങ്കിലും ശരി സഭകളെ സ്ഥാപിക്കുവാനായിട്ട് പറ്റും.
इनमें से चाहे एक भी स्वभाव हमारे अंदर न हो तो भी हम एक पास्टर के रूप में सेवकाई कर सकते हैं। इनमें से चाहे एक भी स्वभाव हमारे अंदर न हो तो भी हम बाइबल लेकर सेवकाई के लिए निकल सकते हैं। इनमें से एक भी स्वभाव हमारे अंदर न हो तो भी हम परमेश्वर के दास कहला सकते हैं। ഈ ഒരു സ്വഭാവവും ഇല്ലെങ്കിൽ നമുക്ക് കൈയടിച്ച് പാടാനായിട്ട് പറ്റും. ഈ ഒരു സ്വഭാവം ഇല്ലെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് പറ്റും. ഈ ഒരു സ്വഭാവം ഇല്ലെങ്കിലും ഈ വാക്യങ്ങളും വചനങ്ങളും പഠിക്കുവാനായിട്ടും അത് നമ്മുടെ ഓർമ്മയിൽ വെക്കുവാനുമായിട്ട് പറ്റും. इनमें से एक भी स्वभाव अगर हमारे अंदर नहीं है तो भी हम ताली बजाकर गीत गा सकते हैं। इनमें से एक भी स्वभाव अगर हमारे अंदर नहीं है तो भी हम प्रार्थना कर सकते हैं। इनमें से अगर एक भी स्वभाव हमारे अंदर नहीं है तो भी हम इन वचनों को सीख सकते हैं, समझ सकते हैं। എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു ഈ സ്വഭാവം നമുക്കില്ല എങ്കിൽ നാം ഒരിക്കലും ദൈവത്തെ കാണത്തില്ല. पर परमेश्वर का वचन ये कहता है कि अगर ये स्वभाव हमारे अंदर नहीं है तो हम परमेश्वर को कभी देख नहीं पाएंगे। ഈ വചനപ്രകാരം നമ്മൾ മാറുവാൻ തയ്യാറാകുന്നില്ലെങ്കിൽ നമ്മുടെ പാട്ടും പ്രാർത്ഥനയും ശുശ്രൂഷയും സഭയും മറ്റെല്ലാ വേലകളും മരണത്തോടുകൂടി ഈ ലോകത്തിൽ അവസാനിക്കും. इस वचन के अनुसार अगर हम बदलने के लिए तैयार नहीं है तो हमारे गीत, हमारी प्रार्थना, हमारी सेवकाई, हमारी कलीसिया सब कुछ हमारी मौत के साथ खत्म हो जाएगा। ലോകത്തിൽ ഒരു ദൈവദാസനെന്നും ഒരു ദൈവദാസിയെന്നും ഒരു വിശ്വാസിയെന്നും പേരെടുക്കും, എല്ലാവരും പറയും, എല്ലാവരും അനുമോദിക്കും, എല്ലാവരും വേണമെങ്കിൽ നല്ല നല്ല വാക്കുകൾ പറയും. പക്ഷെ മരിക്കുന്ന നിമിഷം എത്തുന്നത് നിത്യ നരകത്തിലായിരിക്കും. കാരണം നാം കർത്താവിനെ ഈ ഭൂമിയിൽ മാനിച്ചില്ല. दुनिया में शायद सब लोग आपको परमेश्वर का दास, परमेश्वर की दासी कहेंगे, शायद आपकी प्रशंसा करेंगे, आपके बारे में अच्छे अच्छे शब्द आपके बारे में शायद बोलेंगे, पर मौत के अंतिम पलों में आप सीधे जो जाएंगे वो अनंत नरक की ओर जाएंगे, क्योंकि इस दुनिया में आपने परमेश्वर को महिमा नहीं दी। വായിൽ വാക്കുകളും വായിൽ വചനങ്ങളും വായിൽ പാട്ടുകളും വായിൽ പ്രാർത്ഥനയും ഉണ്ടായിട്ടും ഹൃദയത്തിന്റെ ഉള്ളിൽ വചനമില്ലെങ്കിൽ, ഹൃദയത്തിന്റെ ഉള്ളിൽ അനുസരണയില്ലെങ്കിൽ, എന്നെ കേൾക്കുന്നവർ ആരെങ്കിലും അതുവഴി ഒരു രീതിയിലാണ് ജീവിക്കുന്നതെങ്കിൽ ബി അഫ്രൈഡ്, നിങ്ങൾ ഭയപ്പെടുക, നിങ്ങൾ എത്തുന്നത് നിത്യ നരകത്തിലും നാശത്തിലുമായിരിക്കും. मुंह में दुआ है, मुंह में गीत है, मुंह में वचन है, पर दिल के अंदर वचन नहीं है, दिल के अंदर कोई सच्चाई नहीं है। अगर कोई ऐसी जिंदगी जी रहा है तो आपको डरने की जरूरत है, क्योंकि आप अनंत नरक की ओर जा रहे हैं। മരണം ഏത് നിമിഷവും സംഭവിക്കാം. ഹല്ലേലൂയ. കർത്താവിന്റെ വരവ് ഏത് നിമിഷവും സംഭവിക്കാം. സമയം തീരുന്നതിന് മുമ്പേ, അവസരം നഷ്ടപ്പെടുത്തുന്നതിന് മുമ്പേ സഹോദര സഹോദരി, കർത്താവിന്റെ വചനത്തിലേക്ക് നീ മടങ്ങി വരണം. मौत कभी भी आ सकती है, प्रभु का आगमन कभी भी हो सकता है। मौका बीतने से पहले, अवसर चूकने से पहले भाई बहन आप प्रभु की उपस्थिति में वापस आए। ലോകത്തിൽ ആരെയും നമുക്ക് കളിപ്പിക്കുവാൻ പറ്റും. ചുറ്റുപാടുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ കളിപ്പിക്കുവാൻ പറ്റും, ശുശ്രൂഷകരെ സഭാ ശുശ്രൂഷകരെ കളിപ്പിക്കുവാൻ പറ്റും. പക്ഷെ അത്യുന്നതനായ ദൈവത്തിന്റെ മുമ്പിൽ ഒരു കളിപ്പിക്കലും നടക്കത്തില്ല. അവന് നമ്മുടെ ഹൃദയം വ്യക്തമായി അറിയാം. दुनिया में किसी भी व्यक्ति के सामने हम दिखावा कर सकते हैं, परमेश्वर के दास के सामने दिखावा कर सकते हैं, अपने भाई बहन के सामने दिखावा कर सकते हैं, सर्वशक्तिमान परमेश्वर के सामने हम दिखावा नहीं कर सकते। ഇവിടെ പറയുന്നു, ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. यहाँ लिखा है धन्य है वे जो मन के शुद्ध हैं, क्योंकि वे परमेश्वर को देखेंगे। ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നു പ്യൂരിറ്റി ഇൻ ഹാർട്ട് എന്ന് പറഞ്ഞാൽ ശുദ്ധ ഹൃദയം. अंग्रेजी में जो लिखा है वो यही चीज है कि शुद्ध हृदय या मन। ഈ ശുദ്ധം എന്ന വാക്കിന്റെ അർത്ഥമാണ് നമ്മൾ എന്താണ് പറയുന്നത്? നമ്മൾ പറയത്തില്ലേ ശുദ്ധമായ പാൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ये शुद्ध जो शब्द है, जैसे कि हम बोलते हैं कि शुद्ध दूध है, उसका क्या मतलब है वो शुद्ध शब्द का? അതിനകത്ത് വെള്ളം ഒന്നും ചേർത്തിട്ടില്ല. നമ്മൾ എങ്ങനെ പശുവിന്റെ പാല് കറന്നെടുക്കുന്നു അത് മാത്രമാണ്, പ്യുവർ ആണ്, അതിനകത്ത് മറ്റൊന്നും ചേർത്തിട്ടില്ല. यानी इसका मतलब ये है कि उस दूध के अंदर पानी वगैरह कुछ भी मिलाया नहीं गया, कोई मिलावट नहीं की गई है। जैसे हमें गाय से हमने दूध निकाला वैसे का वैसा दूध हमें मिला है। അങ്ങനെ ശുദ്ധമായ പാല് കയ്യിൽ കൊണ്ടുപോകുന്ന ഒരു വ്യക്തിക്ക് ആരോടും പറയാൻ പറ്റും, ലോകത്തിൽ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തോ, ഇത് ശുദ്ധമായ പാലാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ऐसा शुद्ध दूध लेकर जाने वाला व्यक्ति किसी से भी ये कह सकता है कि दुनिया में कहीं भी ले जाके जांच करवा लो, ये दूध बिल्कुल शुद्ध है। അതുപോലെ എന്ത് സാധനങ്ങളും ആയിക്കോട്ടെ, ശുദ്ധമായ സ്വർണം എന്ന് വേണമെങ്കിൽ പറയാം, ശുദ്ധമായ എണ്ണ എന്ന് വേണമെങ്കിൽ പറയാം, ശുദ്ധമായത് എന്തു പറഞ്ഞാലും അതിനകത്ത് മറ്റൊരു ചേരുവകളുമില്ല, അത് ശുദ്ധമായിട്ട് തന്നെ ഇരിക്കുന്നത്. ऐसी कोई भी चीज शुद्ध हो सकती है, शुद्ध सोना हो सकता है, शुद्ध तेल हो सकता है,
शुद्ध का मतलब ये है कि उसमें और कोई भी मिलावट नहीं की गई है। ഇവിടെ കർത്താവിന്റെ വചനം പറയുന്നത് ശുദ്ധ ഹൃദയമുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. यहाँ प्रभु का वचन कहता है, धन्य है वे जिनके मन शुद्ध है, क्योंकि वे परमेश्वर को देखेंगे। അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ സഹോദരങ്ങളെ? ഏത് നിമിഷം എവിടെ നിന്നാലും ആരുടെ അടുക്കൽ പോയാലും സർവശക്തനായ ദൈവം നമ്മളെ പരീക്ഷിച്ചാലും ശരി, നമ്മുടെ ഹൃദയത്തിനകത്ത് അന്യായമൊന്നുമില്ല, നമ്മുടെ ഹൃദയത്തിനകത്ത് കപടമൊന്നുമില്ല, നമ്മുടെ ഹൃദയത്തിനകത്ത് നമ്മൾ ഒന്നും ഒളിച്ചു വെച്ചിട്ടില്ല. इसका मतलब भाइयों ये है कि चाहे हम किसी भी पल कहीं भी किसी के भी साथ खड़े हो, चाहे परमेश्वर हमको जांच कर देखे, तो भी हमारे दिल के अंदर कोई अन्याय नहीं है, हमारे मन के अंदर कोई कपट नहीं है, हमारे दिल में हमने कुछ भी छिपाया नहीं है। അതിന്റെ അർത്ഥം നമ്മുടെ ഹൃദയം പെർഫെക്റ്റ് ആണെന്നല്ല, നമ്മുടെ ഹൃദയം 100% ഒരു കുറ്റവും ഇല്ലാത്തതാണ് എന്നല്ല അതിന്റെ അർത്ഥം. पर इसका मतलब ये नहीं कि हमारा मन बिल्कुल सिद्ध है, यानी 100% हमारे दिल में कोई कमी नहीं है, दोष नहीं है, ऐसा नहीं है। നമ്മുടെ ഹൃദയത്തിന്റെ ശുദ്ധ മനസ്സാക്ഷി അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ ശുദ്ധത എന്ന് പറയുന്നത് ഇതാണ്: നമ്മുടെ ചിന്തയിൽ, നമ്മുടെ കോൺഷ്യൻസിൽ, നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ, നമ്മുടെ അറിവിൽ നാം ഒന്നും മറച്ചു വെച്ചിട്ടില്ല. ആരോടും പകയില്ല, ആരോടും വിദ്വേഷമില്ല, പാപത്തിൽ നമ്മൾ ജീവിക്കുന്നില്ല. നമ്മൾ അറിഞ്ഞിടത്തോളം, നമുക്ക് വെളിച്ചം ലഭിച്ചിടത്തോളം നമ്മൾ വിശ്വസ്തയോടെ ജീവിക്കുന്നു. मन की शुद्धता का मतलब ये है कि जहां तक हमारी जानकारी है, जितनी ज्योति या रोशनी हमें मिली है, उसके हिसाब से हमने अपने मन में कुछ भी छिपाया नहीं है। हमारे मन में किसी के भी प्रति कोई विद्वेष नहीं है, कोई बैर नहीं है। ശാന്തമായി സഹോദര സഹോദരി, ഈ വചനത്തിന്റെ മുമ്പാകെ ഒന്ന് ചിന്തിച്ച്, നമ്മുടെ ഹൃദയത്തിനകത്ത് എന്തെങ്കിലും ഒളിഞ്ഞിരിപ്പുണ്ടോ? भाइयों और बहनों, थोड़ा आराम से आप इस वचन के सामने एक बार सोच कर देखिए, क्या हमारे दिल में कुछ भी छिपा हुआ है? മറ്റാരും അറിയരുതെന്ന് കരുതി എന്തെങ്കിലും നമ്മുടെ ഹൃദയത്തിനകത്ത് നമ്മൾ ഒളിച്ചു വെച്ചിട്ടുണ്ടോ? क्या हमने अपने मन में कोई भी ऐसी चीज छिपा रखी है जिसके बारे में हम ये सोचते हैं कि किसी दूसरे को पता नहीं चलना चाहिए? നമ്മുടെ ഉള്ളിൽ ഏതെങ്കിലും സ്വഭാവമുണ്ടോ മറ്റാരും ഇത് കണ്ടുപിടിക്കരുത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചിന്തകളുണ്ടോ, അല്ലെങ്കിൽ രണ്ടാമതൊരു ചിന്ത, മറ്റൊരു ചിന്ത വെച്ചുകൊണ്ട് നമ്മൾ ഏതെങ്കിലും കാര്യങ്ങളിൽ ഇടപെടാറുണ്ടോ? क्या हमारे अंदर कोई ऐसा स्वभाव या कोई ऐसी आदत है जिसके बारे में हम ये सोचते हैं कि ये किसी को पता न चल जाए, या फिर कोई और एक विचार रखकर क्या किसी दूसरे काम में हम शामिल होते हैं? നമ്മൾ മുൻപ് എല്ലാവരും കാണുക ചെയ്യുന്നത് നല്ലതായിരിക്കാം, പക്ഷെ അതിന്റെ ഉദ്ദേശം ഉള്ളിലുള്ളത് മറ്റാരും അറിയരുത് എന്ന് ആഗ്രഹിക്കുന്ന വണ്ണമാണ്. क्या ऐसा है कि हम सबके सामने तो अच्छा दिखाते हुए अच्छा करते हैं, पर उसके पीछे हमारे दिल का इरादा हम दूसरों से छिपाए हुए हैं? ഞാൻ നിങ്ങളോട് ഒരു എക്സാമ്പിൾ പറയാം. ബുക്കില്, നമ്മുടെ വിശുദ്ധ വേദപുസ്തകത്തിൽ യൂദ എന്ന് പറഞ്ഞ ഒരു അപ്പോസ്തലൻ ഉണ്ടായിരുന്നു കർത്താവിന്റെ കൂടെ. मैं आपको एक उदाहरण बताता हूँ। हमारी इसी पुस्तक में, बाइबल में बताया गया कि हमारे प्रभु के साथ में यहूदा नाम का एक प्रेरित था। കർത്താവ് എവിടെ പോയാലും അവൻ കൂടെ പോകും. കർത്താവിന്റെ അപ്പോസ്തലൻ എന്നാണ് എല്ലാവരും അവനെ അറിയപ്പെടുന്നത്. കർത്താവിന്റെ കൂട്ടുകാരുടെ കൂടെ അവനുമുണ്ട് എപ്പോഴും. കർത്താവിന്റെ ഉപദേശം കേൾക്കുവാൻ കൂടെയുണ്ട്. 12 പേരിൽ ഒരുവനായിരുന്നു അവൻ. प्रभु जहां भी जाता था वो साथ जाता था। लोगों की नजर में वो प्रभु का प्रेरित था। प्रभु के दूसरे लोगों के साथ में वो उनके साथ रहता था। वचन सुनते समय वो साथ में था। 12 में से एक प्रेरित था। അത് മാത്രമല്ല, അവനെ ആക്കി വെച്ചിരുന്ന റോള് വളരെ പ്രധാനപ്പെട്ട ഒരു റോളായിരുന്നു. കാരണം അവരുടെ എല്ലാം പണം സൂക്ഷിപ്പുകാരനായിരുന്നു അവൻ. അവനായിരുന്നു കർത്താവിന്റെ മിനിസ്ട്രി, കർത്താവിന്റെ ശുശ്രൂഷയുടെ പണം സൂക്ഷിപ്പുകാരൻ. इतना ही नहीं, उसको जो काम सौंपा गया था वो बहुत ही खास काम सौंपा गया था। उन सब के पैसे को, प्रभु की सेवकाई के पैसे को संभालने की जिम्मेदारी, यानी खजांची का काम उसको सौंपा गया था। മറ്റാരെങ്കിലും സഹോദരങ്ങൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുമ്പോൾ, കാരണം കർത്താവും തന്റെ ശിഷ്യന്മാരും പൂർണ്ണമായി കർത്താവിന്റെ ശുശ്രൂഷയിലായിരിക്കുന്നു, അവരെ സഹായിക്കുവാൻ തക്കവണ്ണം, അവർക്ക് എന്തെങ്കിലും ആഹാരം വാങ്ങുവാൻ തക്കവണ്ണം, അവരുടെ വസ്ത്രം വാങ്ങുവാൻ തക്കവണ്ണം, പാവങ്ങളെ സഹായിക്കുവാൻ തക്കവണ്ണം എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും ഉള്ളവര് കർത്താവിന് കൊടുക്കുമ്പോൾ, കർത്താവ് അത് യൂദാസിന്റെ കയ്യിൽ കൊടുക്കും സൂക്ഷിക്കാൻ. प्रभु और उसके चेले पूरे समय सेवकाई में रहते थे, इसलिए उनकी जरूरतों के लिए, उनके खाने के लिए, उनके कपड़ों के लिए, या किसी गरीब की मदद करने के लिए अगर कोई और व्यक्ति कोई पैसा देता था, कोई मदद करता था,
तो वो यहूदा अपनी थैली में रखता था, उससे सुरक्षित रखता था। പക്ഷെ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? എല്ലാവരും നോക്കിയാലും യൂദാസ് നല്ലവനായിരുന്നു. ദൈവം കർത്താവ് വിശ്വസിച്ച് ഈ ബാഗ് അവനെ ഏൽപ്പിച്ചിരുന്നു. പക്ഷെ യൂദാസിന്റെ ഹൃദയം എവിടെയായിരുന്നു? पर आप देखिएगा, प्रभु, वो यहूदा सबकी नजरों में अच्छा था, प्रभु ने उसको ये थैली सौंप रखी थी और वो धन उसके पास में था, लेकिन क्या आपको पता है उसका दिल कहाँ था? അന്ത്യ അത്താഴത്തിന്റെ സമയത്ത് കർത്താവ് ഈ 12 ശിഷ്യന്മാരോട് ചേർത്ത് അവരോട് പറയുന്നു, നിങ്ങൾ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ ആരുടെയും നോട്ടം യൂദാസിന്റെ നേർക്ക് പോയില്ല. അവരെല്ലാവരും സ്വയം ചോദിക്കുകയാണ്, അത് ഞാനാണോ 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 എന്ന്. अंतिम फसह के समय जब प्रभु भोज कर रहा था, उस समय वो कहता अपने चेलों से कि तुम में से एक मुझे पकड़वाएगा। उस समय किसी की भी नजर यहूदा पर नहीं गई, हर कोई यही पूछ रहा था, क्या वो मैं हूं, क्या वो मैं हूं। അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ജൂദാസ് ഹാഡ് എ വെരി ഗുഡ് ഇമേജ് ഇൻ ഫ്രണ്ട് ഓഫ് എവരിവൺ. इसका मतलब क्या है? इसका मतलब ये है कि सबकी नजरों में यहूदा बहुत अच्छा था। എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, എല്ലാവരുടെയും മുമ്പിൽ നിങ്ങൾ ഒരു വിശുദ്ധനായിരിക്കാം, എല്ലാവരുടെയും മുമ്പിൽ അറിയപ്പെടുന്ന ഭക്തനായ ഒരു മനുഷ്യനായിരിക്കാം, നിങ്ങൾ എല്ലാവരുടെയും മുമ്പിൽ നല്ലൊരു ദൈവദാസിയാണെന്ന് തോന്നിയേക്കാം. പക്ഷെ നിങ്ങളുടെ ഹൃദയം കർത്താവിങ്കൽ സ്ഥിരമല്ല. നിങ്ങൾ സ്വാർത്ഥമായ ചില വിഷയത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത്, ചില ലാഭത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത്, അധികാര ആഗ്രഹത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത്, ഈ ഭൂമിയിലുള്ള ചിലതിനു വേണ്ടിയാണ് നിങ്ങളുടെ ദൃഷ്ടി വെച്ചിരിക്കുന്നത്, ഹൃദയം വെച്ചിരിക്കുന്നതെങ്കിൽ അതിന്റെ അർത്ഥമാണ് ഹൃദയത്തിൽ ശുദ്ധി ഇല്ലായ്മ എന്നുള്ളത്. मेरे भाई और बहन, अगर आप दूसरों की नजर में अच्छे हैं, दूसरों की नजर में अगर आप भक्त हैं, दूसरों की नजर में अगर आप एक अच्छी दासी हैं, पर अगर आप अपने स्वार्थ के लिए जी रहे हैं, अगर आप अपने किसी मोह के लिए, अधिकार के मोह के लिए जी रहे हैं, या आपका इरादा कुछ अलग है, तो इसका मतलब ये है कि आपका मन शुद्ध नहीं है। അങ്ങനെയുള്ളവർ കർത്താവിനെ കാണത്തില്ല, അങ്ങനെയുള്ളവർ ദൈവത്തെ കാണത്തില്ലെന്നാണ് പറയുന്നത്. അവരുടെ എല്ലാം പ്രവൃത്തികൾ നിർജീവ പ്രവൃത്തികളായിരിക്കും. മരണം കൊണ്ട് അതിവിടെ അവസാനിക്കുക മാത്രമല്ല, നിത്യതയിലെത്തുമ്പോൾ അതിന് കർത്താവിന്റെ സന്നിധിയിൽ ഉത്തരം പറയേണ്ടി വരും എന്നുള്ളതും സത്യമാണ്. यहाँ कहा गया है कि ऐसे लोग प्रभु को, परमेश्वर को कभी देख नहीं पाएंगे। उनके काम निर्जीव काम है और उनके काम न सिर्फ मृत्यु के साथ खत्म हो जाएंगे, बल्कि ये भी याद रखना हमें कि इन सब का हिसाब प्रभु के सामने एक दिन देना पड़ेगा। എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നമ്മളിൽ ആരും തന്നെ ഈ ലോകത്തിലെ ശൂന്യമാക്കുന്ന ചിലതിനു വേണ്ടി, നൈമിഷികമായ ചിലതിനു വേണ്ടി, താൽക്കാലികമായ ചിലതിനു വേണ്ടി, വിലയില്ലാത്ത ചിലതിനു വേണ്ടി ശ്രേഷ്ഠമേറിയ മഹാഭാഗ്യകരമായ നിത്യജീവനെ നഷ്ടപ്പെടുത്തരുത്. मेरे भाइयों और बहनों, हम में से कोई भी इस दुनिया की छोटी सी बात के लिए, थोड़ी सी एक चीज के लिए, या फिर अल्पकाल के कुछ चीज के लिए उस अनंत महिमा को, उस अनंत राज्य को कभी खो ना बैठे। സങ്കീർത്തനങ്ങൾ 24 3-4 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു, യഹോവയുടെ പർവ്വതത്തിൽ ആര് കയറും? भजन 24 के 3-4 में इस तरह से लिखा है कि यहोवा के पर्वत पर कौन चढ़ेगा। അവിടെ എഴുതിയിരിക്കുന്നു, യഹോവയുടെ പർവ്വതത്തിൽ ആര് കയറും? അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആര് നിൽക്കും? വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവുമുള്ളവൻ, വ്യാജത്തിന് മനസ്സ് വെക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ. സങ്കീർത്തനങ്ങൾ 24-3-4 വാക്യങ്ങൾ. भजन 24 का 3 और 4, यहोवा के पर्वत पर कौन चढ़ सकता है और उसके पवित्र स्थान में कौन खड़ा हो सकता है? जिसके काम निर्दोष और हृदय शुद्ध हैं, जिसने अपने मन को व्यर्थ बात की ओर नहीं लगाया और न कपट से शपथ खाई है। എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ കയ്യിലേക്ക് സ്വർഗം തന്റെ വചനം ഏൽപ്പിച്ചപ്പോൾ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നിന്റെ ഹൃദയം ശുദ്ധമുള്ളതായിരിക്കണം, നിന്റെ കയ്യ് വെടിപ്പുള്ളതായിരിക്കണം, നിർമ്മലതയുള്ളതായിരിക്കണം, കള്ളസത്യം ചെയ്യാത്ത ഒരു നാവ് നിന്റെ മേലുണ്ടായിരിക്കണം, നിന്റെ ഹൃദയം മുഴുവനും ദൈവസന്നിധിയിൽ നേരുള്ളതായിരിക്കണം. मेरे भाई और बहन, जब परमेश्वर ने अपना वचन आपको सौंपा है, तो वो आपसे ये चाहता है कि आपके काम निर्दोष हो, आपका हृदय शुद्ध हो, आपका मन व्यर्थ बात की ओर नहीं लगे और आप न कपट से शपथ खाने वाले हों। നമ്മുടെ ഡോക്ട്രിൻസ് എല്ലാം കറക്റ്റ് ആയിരിക്കാം, നമ്മുടെ പാട്ടുകളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കാം, എല്ലാം മെത്തഡിക്കൽ ആയിരിക്കാം. ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് വി ആർ അക്സെപ്റ്റഡ് ബിഫോർ ഗാഡ്. हमारे सिद्धांत बिल्कुल सही होंगे, हमारे गीत बिल्कुल सही होंगे, पर इसका मतलब ये नहीं है कि हम परमेश्वर के सामने स्वीकृत कर लिए गए हैं।
ചുറ്റുപാടുമുള്ള പലരെയും നോക്കിക്കൊണ്ട് നമുക്ക് വിരൽ ചൂണ്ടി പറയാം, ഞങ്ങളുടെ ജീവിതം അവരുടെ ജീവിതം പോലെയല്ല. മറ്റു സഭകളിലേക്ക് നോക്കി വിരൽ ചൂണ്ടിക്കൊണ്ട് പറയാം, അവരുടെ ഉപദേശങ്ങളല്ല ഞങ്ങളുടെ ഉപദേശം. മറ്റു പലരെയും നോക്കിക്കൊണ്ട് നമുക്ക് സ്വയം ന്യായീകരിക്കുവാൻ കഴിയും, അവരെ പോലൊന്നുമല്ല ഞങ്ങള് വിശ്വസിക്കുന്നത് ശുദ്ധ ഉപദേശത്തിലാണ്. हमारे आसपास के दूसरे कईयों को देखकर हम कह सकते हैं कि उनकी तरह नहीं है हमारी जिंदगी। हमारी दूसरी कलीसियाओं को देखकर हम कह सकते हैं कि वो जिन शिक्षाओं को मानते हैं हमारी शिक्षाएं वैसी नहीं है। दूसरे कईयों को देखकर हम कह सकते हैं कि वो जिन बातों को सही मानते हैं वैसी नहीं है हमारी जिंदगी। हम खुद को सही ठहरा सकते हैं। ഞാനൊരു കാര്യം ചോദിക്കട്ടെ, 2-3 ദിവസം കുളിക്കാതിരുന്നിട്ട് ഈ ലോകത്ത് കിട്ടാവുന്നതിൽ ഏറ്റവും വില കൂടിയ വസ്ത്രം വാങ്ങിച്ച് ധരിച്ചു കഴിഞ്ഞിട്ട് ഏറ്റവും മനോഹരമായ വസ്ത്രം അലങ്കരിച്ചിട്ട് നമ്മൾ വെളിയിൽ ഇറങ്ങിയാലും ശരി, കൂടെ നിൽക്കുന്നവരും മൂക്ക് പൊത്തും. കാരണം എന്താണെന്നറിയാമോ? പുറത്തണിയിച്ചിരിക്കുന്ന ഇട്ടിരിക്കുന്ന വസ്ത്രം എത്ര പുതിയതും എത്ര വില കൂടിയതുമായാലും അകത്തുള്ള ശരീരം കഴുകി ശുദ്ധീകരിച്ചിട്ടുള്ളതല്ലെങ്കിൽ അതിൽ നിന്ന് ദുർഗന്ധം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. मैं आपको एक बात बताऊं, अगर आप 2-3 दिन नहाए बिना इस दुनिया का सबसे महंगा वस्त्र लेकर आप पहनकर अगर बाहर जाते हैं तो आपके पास में जो भी खड़ा होगा वो बदबू के कारण अपनी नाक को पकड़ेगा। कारण ये है कि आपका वस्त्र, आपके कपड़े चाहे कितने भी महंगे हो, कितने भी नए हो, पर आपके अंदर का जो शरीर है वो साफ नहीं किया गया, शुद्ध नहीं किया गया, इसलिए बदबू आती रहेगी। വായിൽ നല്ല പാട്ടുകൾ ഉണ്ടെങ്കിലും നല്ല ഉപദേശങ്ങൾ ഉണ്ടെങ്കിലും നല്ല പ്രസംഗങ്ങൾ ഉണ്ടെങ്കിലും നല്ല പ്രാർത്ഥനയുണ്ടെങ്കിലും പലപ്പോഴും നമ്മുടെ ജീവിതം മറ്റുള്ളവരുടെ മുമ്പിൽ നാറിപ്പോകുന്നതിന്റെ കാരണം എന്തെന്നറിയാമോ? നമ്മുടെ ഹൃദയത്തിൽ ശുദ്ധിയില്ല, ഹൃദയത്തിൽ കരുണയില്ല, ഹൃദയത്തിൽ നേരില്ല എന്നുള്ളതാണ്. हमारे मुंह में अच्छे गीत हैं, अच्छी प्रार्थना है, अच्छा वचन है, अच्छा प्रचार है, सब कुछ अच्छा है, पर इसके बावजूद बहुत बार हमारी जिंदगी दूसरों के सामने इसलिए बदबूदार हो जाती है क्योंकि हमारा मन शुद्ध नहीं है, हमारा मन सीधा नहीं है, हमारा मन निष्कपट नहीं है। നമ്മുടെ പലരുടെയും ശുശ്രൂഷകൾ അതിഗംഭീരമായ ശുശ്രൂഷകളാണ്. നമ്മുടെ പല ശുശ്രൂഷകളിലൂടെയും അനേകർ അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്. പക്ഷെ പ്രശ്നം എന്താണ്? നമ്മുടെ അനേകരുടെ ഭവനങ്ങളിൽ സ്വസ്ഥതയില്ല, സമാധാനമില്ല, സന്തോഷമില്ല. കാരണം എന്തെന്നറിയാമോ? പുറത്തെല്ലാം ഉണ്ട്, പുറത്തെല്ലാം ഭംഗിയായി വയ്ക്കുവാൻ നമ്മൾ ഉത്സാഹിക്കുന്നു, പക്ഷെ നമ്മുടെ അകം ദൈവസന്നിധിയിൽ നേരില്ലാത്തതാ. അതുകൊണ്ട് हम में से कईयों की सेवकाई बहुत जबरदस्त है, हमारी सेवकाई से बहुतों को आशीष मिलती है, छुटकारा मिलता है, पर हमारे घरों के अंदर चैन नहीं है, आराम नहीं है, शांति नहीं है। उसका कारण क्या है? बाहर तो हम सब कुछ अच्छा रखते हैं, अच्छा दिखाते हैं, पर अपने अंदर हमारे शुद्धता नहीं है। ഇന്നത്തെ രാത്രികാലം ദൈവത്തിന്റെ തിരുവചനം ഒന്ന് കേൾക്കണമേ. ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. आज इस परमेश्वर के पवित्र वचन को सुने, धन्य है वे जिनके मन शुद्ध हैं क्योंकि वे परमेश्वर को देखेंगे। മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങൾ, മാത്യു ചാപ്റ്റർ 15 വേഴ്സ് 8 and 9, അവിടെ എഴുതിയിരിക്കുന്നു, ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു. മനുഷ്യകൽപ്പനകളായ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു. मत्ती 15 का 8 और 9, ये लोग होठों से तो मेरा आदर करते हैं पर उनका मन मुझसे दूर रहता है और ये व्यर्थ मेरी उपासना करते हैं क्योंकि मनुष्यों की विधियों को धर्मोपदेश करके सिखाते हैं। എന്നെ കേൾക്കുന്ന സഹോദര, കർത്താവ് പറയുകയാണ്, ഇവർ അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുകയാണ്, നല്ല പാട്ടുകളെ പാടുവാൻ അവർ മത്സരിക്കുകയാണ്, നല്ല ഇൻസ്ട്രുമെന്റ്സ് വെച്ച് അവർ പാട്ടുകളൊക്കെ കൊഴിപ്പിക്കുകയാണ്. എന്നാൽ ഹല്ലേലൂയ, അവരുടെ പ്രസംഗങ്ങളിലേക്ക് ഉപദേശങ്ങളിലേക്ക് നോക്കിയേ, അതെല്ലാം ഭംഗിയായിട്ട് നടക്കുകയാണ്, എല്ലാ വേലകളും ഭംഗിയായിട്ട് നടക്കുന്നു. പക്ഷേ അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു. കാരണം ഞാൻ പറയുന്ന വചനങ്ങൾ അനുസരിക്കുവാൻ തക്കവണ്ണം അവർക്ക് മനസ്സില്ല. मेरे भाइयों देखो, प्रभु कह रहा है ये होठों से तो मेरा आदर करते हैं, उनके गीत बहुत अच्छे हैं, अच्छे अच्छे वाद्य यंत्र बजा कर वो गीतों को बहुत खूबसूरत बना देते हैं, गीतों के बारे में वो होड़ आपस में करते हैं, उनके प्रचार, उनकी शिक्षाएं, उनके सारे काम, सारी सेवकाएं सब कुछ अच्छी है, पर उनका मन मुझसे दूर रहता है क्योंकि मेरा जो वचन जो उनके दिल में काम नहीं कर पाया है। എന്തുകൊണ്ടാണ് കർത്താവ് പറയുന്നത് അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു എന്ന്? അതിന്റെ അർത്ഥം ഇതാണ്, കർത്താവിനോട് കൂടെ ഇരിക്കാൻ നമുക്ക് സമയമില്ല, കർത്താവിന്റെ ശബ്ദം കേൾക്കുവാൻ നമുക്ക് സമയമില്ല, കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ സമയമില്ല, നമ്മുടെ കുറവുകളെ ഏറ്റുപറഞ്ഞ് തിരുസന്നിധിയിൽ ഒന്ന് കരയുവാൻ നമുക്ക് സമയമില്ല, നമുക്ക് മറ്റെല്ലാ കാര്യങ്ങളിലും വളരെ വളരെ ബിസിയാണ്. കർത്താവ് പറയുകയാണ്, എന്നെ വിട്ട് അവരുടെ ഹൃദയം അകന്നിരിക്കുന്നു.
प्रभु ये क्यों कहता है कि उनका मन मुझसे दूर रहता है? क्योंकि प्रभु के पास बैठने के लिए हमारे पास समय नहीं है, प्रभु की वाणी सुनने के लिए हमारे पास समय नहीं है, प्रभु के वचन के लिए को सुनने के लिए हमारे पास में समय नहीं है, प्रभु के साथ थोड़ी देर बैठने के लिए हमारे पास समय नहीं है, क्योंकि हम दूसरे बहुत से कामों में व्यस्त हो गए हैं। और प्रभु कहता है उनका मन मुझसे दूर हो गया है। ഒരു വീട്ടിൽ ഭാര്യയായിക്കൊള്ളട്ടെ ഭർത്താവായിക്കൊള്ളട്ടെ അവർ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാമോ? അവരുടെ പരസ്പരം ഇരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു ഭാര്യയ്ക്ക്, ആ സഹോദരിക്ക് ഈ ലോകത്തിലുള്ളത് എന്തെല്ലാം ഭർത്താവ് വാങ്ങിച്ചു കൊടുത്താലും ആ ഭർത്താവിന്റെ സമയം അവൾക്ക് കിട്ടുന്നില്ലെങ്കിൽ അവൾ ഒരിക്കലും തനിക്ക് കിട്ടുന്ന സാധനങ്ങളെയല്ല ആഗ്രഹിക്കുന്നത്, തന്റെ ഭർത്താവ് തന്റെ കൂടെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. एक पति अपनी पत्नी को चाहे दुनिया भर की कितनी भी चीजें वस्तुएं ला कर दे, पर अगर वो खुद अपना समय उसको नहीं देता है तो वो पत्नी खुश नहीं होगी, क्योंकि वो सिर्फ चीजें वस्तुएं नहीं चाहती, वो ये चाहती है कि उसका पति भी उसको समय दे। സഹോദര സഹോദരി, ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരു പകൽ രാവിലെ ഇറങ്ങിപ്പോകുന്ന ഒരു ഭർത്താവ് രാത്രി 12 മണിയാകുമ്പോൾ കയറി വരും. അല്ലെങ്കിൽ അവർക്ക് ഒന്നിച്ച് ജീവിപ്പാൻ തക്കവണ്ണം കഴിയുന്നില്ല, സന്തോഷത്തോടെ കുറച്ച് സമയം ഇരിക്കുവാൻ കഴിയുന്നില്ല, എപ്പോഴും തിരക്കാണ് തിരക്കാണ് തിരക്കാണ്, എന്നിട്ട് പറയുകയാ ഞാൻ എൻ്റെ ഭാര്യയെ ഒത്തിരി സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞതിൽ അർത്ഥമുണ്ടോ? भाइयों, आप सोच कर देखिए, एक पति सुबह घर से निकल जाता है, रात को 12 बजे घर पे आता है। वो दोनों पति पत्नी एक साथ जी नहीं पाते हैं, एक साथ खुशी से थोड़ी देर भी बैठने का उनको समय नहीं मिलता है। हर समय वो व्यस्त रहता है और फिर वो ये कहता है कि मैं पत्नी से बहुत प्रेम करता हूँ। तो इसका क्या मतलब है? അതുപോലെ തന്നെയാ കർത്താവ് പറയുന്നത്, നിനക്ക് എൻ്റെ കൂടെ ഇരിക്കാൻ സമയമില്ല, എന്നോട് സംസാരിക്കുവാൻ സമയമില്ല, എൻ്റെ അടുത്തിരുന്നു കൊണ്ട് നിന്റെ ഹൃദയം എൻ്റെ അകത്ത് പകരുവാൻ സമയമില്ല, നിന്നെക്കുറിച്ച് ഞാൻ എന്താണ് ചിന്തിക്കുന്നതെന്ന് നീ എന്നോട് ചോദിക്കുന്നില്ല, നീ എപ്പോഴും തിരക്കിലാണ് തിരക്കിലാണ് തിരക്കിലാണ്, എന്നിട്ട് നീ പറയുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. और यही बात प्रभु कह रहा है कि तेरे पास मेरे साथ बैठने का समय नहीं है, मेरी बात सुनने का समय नहीं, तू अपना दिल मेरे सामने उंडेलने के लिए तेरे पास में समय नहीं है। तू कभी ये सुन मुझसे पूछता नहीं है कि मैं तेरे बारे में क्या सोचता हूँ, और फिर तू ये कहता है कि मैं तुझसे बहुत प्रेम करता हूँ, पर तू तो दूसरी बहुत सारी बातों में व्यस्त रहता है। എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇന്നത്തെ രാത്രി നമ്മുടെ ജീവിതത്തിന്റെ ശൈലി ഒന്ന് മാറട്ടെ. നാം എത്ര ശുശ്രൂഷ ചെയ്താലും ശരി, ദൈവത്തിന്റെ സന്നിധിയിൽ, കർത്താവിന്റെ സന്നിധിയിൽ ഇരിപ്പാൻ തക്കവണ്ണം നിനക്ക് സമയം കണ്ടുപിടിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ നിന്റെ ശുശ്രൂഷകൾ വ്യർത്ഥമാണ്. भाइयों और बहनों, आज से हमारी जिंदगी का तरीका बदलने पाए, चाहे आप कितनी भी सेवकाई क्यों ना करते हो, पर अगर प्रभु के साथ बैठने का आपके पास में समय नहीं है, अगर आप समय नहीं निकाल पाते हैं, तो आपकी सेवकाई व्यर्थ है। കർത്താവ് നിന്റെ യജമാനനാണ്, അവൻ നിന്റെ ഉടയവനാണ്, അവൻ നിന്റെ പ്രഭുവാണ്. നിന്റെ ജീവിതത്തിന്റെ ആലോചന ചോദിക്കേണ്ടത് അവനോടാണ്. അവൻ പറയുന്നിടത്താണ് നീ പോകേണ്ടത്, അവൻ പറയുന്നത് പോലെയാണ് ചെയ്യേണ്ടത്, അവൻ പറയുന്ന സമയമാണ് ചെയ്യേണ്ടത്. മിണ്ടാതിരിക്കാൻ പറഞ്ഞാൽ നമ്മൾ മിണ്ടാതിരിക്കണം, പോകാൻ പറഞ്ഞാൽ നമ്മൾ പോകണം. ആലോചന ചോദിച്ചറിയേണ്ടത് നമ്മുടെ ഗുരുവും നമ്മുടെ യജമാനനും നമ്മുടെ ഉടയവനും സൃഷ്ടാവുമായ നമ്മുടെ കർത്താവിങ്കിൽ നിന്നാണ്. प्रभु हमारा मालिक है, प्रभु हमारा स्वामी है, वही हमारा राजा है। हमें उससे सलाह लेनी है। वो जहां जाने के लिए कहता है हमें जाना है, वो जो करने के लिए कहता है हमें कहना है। वो अगर चुप रहने के लिए कहे तो हमें चुप रहना है, बोलने के लिए कहे तो हमें बोलना है। हमें हमारे प्रभु से, राजा से सलाह मांग के काम करना है। കാരണം അവനാണ് നമുക്ക് പ്രതിഫലം തരുന്നത്, അവനാണ് നമുക്ക് കൂലി തരുന്നത്. ഒരു കൂലിക്കാരനും സ്വന്തം ഇഷ്ടമനുസരിച്ച് വേല ചെയ്യത്തില്ല. കൂലിക്കാരൻ വേല ചെയ്യുന്നെങ്കിൽ ഉടയവൻ യജമാനൻ പറയുന്ന വേലയാണ് ചെയ്യേണ്ടത്, എങ്കിൽ മാത്രമേ അന്നത്തെ വൈകിട്ട് അവന് ശമ്പളം കിട്ടത്തുള്ളൂ. क्योंकि वही हमें प्रतिफल देने वाला है, वही हमें मजदूरी देने वाला है। कोई भी मजदूर अपनी मर्जी से काम नहीं करता है। जैसे बुलाने वाला काम करने के लिए कहता है, वैसे जब मजदूर काम करता है, केवल तभी शाम के समय उसको मजदूरी मिलती है। അതുകൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം വേല ചെയ്യുവാനല്ല. ഹല്ലേലൂയ. രാത്രിയുടെ യാമങ്ങളിൽ ദൈവസന്നിധിയിൽ ഇരുന്നു കൊണ്ട് ചോദിക്കുക, കർത്താവേ, നാളെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അങ്ങയുടെ വേല ചെയ്യേണ്ടത്, എവിടെയാണ് ഞാൻ പോകേണ്ടത്, അങ്ങയുടെ ആലോചന എന്റെ മനസ്സിലേക്ക് തന്നാട്ട് കർത്താവേ, അതനുസരിച്ച് ജീവിപ്പാനും അതനുസരിച്ച് ശുശ്രൂഷ ചെയ്യുവാനുള്ള കൃപ എന്റെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിച്ചു വേണം നമ്മുടെ ജീവിതത്തെ അനുദിനം മുന്നോട്ട് പോകുവാൻ. इसलिए हमें अपनी मर्जी से सेवकाई नहीं करनी है। रात के समयों में हमें प्रभु के सामने बैठकर, उसकी उपस्थिति में बैठकर पूछना है कि प्रभु मैं कल क्या सेवकाई करूं, कल मुझे कहाँ जाना है, मुझे किस तरह से सेवकाई करनी है, और उसके अनुसार सेवकाई करने का अनुग्रह और अपनी सामर्थ्य से मुझे भर।
അങ്ങനെ ശുശ്രൂഷിക്കുന്ന ഒരു വ്യക്തിയുടെ ശുശ്രൂഷകളൊക്കെ ഈ ലോകം കാണുന്ന വണ്ണം പ്രൗഢ ഗംഭീരമായിരിക്കണമെന്നൊന്നുമില്ല സഹോദരങ്ങളെ. ആൾക്കാരുടെ എണ്ണം കൂട്ടണമെന്നൊന്നുമില്ല. ഒന്ന് ഓർത്തു നോക്കിക്കേ, ഒരു മുയല് 100 മുയലും കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നതിനേക്കാൾ എത്ര നല്ലതാ ഒരു സിംഹം ഒരു സിംഹക്കുട്ടിയെ പ്രസവിക്കുന്നത്. ചുറ്റുപാട് നോക്കുമ്പോൾ 10,000 കൂടുന്ന സഭ നിനക്ക് കാണുവാൻ കഴിയും. പാപത്തിൽ ജീവിക്കുന്ന 10,000 വിശ്വാസികളെ നീ നേടുന്നതിനേക്കാൾ എത്ര നല്ലതാണ് കർത്താവിന്റെ മുമ്പിൽ വിറയ്ക്കുന്ന 10 ശിഷ്യന്മാരെ 10 ശിഷ്യരെ നിന്റെ സഭയില് പണിതെടുക്കുന്നത്. जो प्रभु से इस तरह पूछ कर जिंदगी बिताता है, प्रभु से सलाह मांग कर सेवकाई करता है, जरूरी नहीं है कि उसकी सेवकाई बहुत दिखने लायक जबरदस्त हो। ऐसा नहीं है कि उसकी कलीसिया में बहुत सारे लोग होंगे। आप देखिएगा, एक खरगोश जो है, मादा खरगोश, वो 100 बच्चों को जन्म देती है। उससे कितना बेहतर है कि एक सिंहनी एक सिंह को बच्चे को, शेर के बच्चे को जन्म देती है। तो आप सोच के देखिएगा कि 10,000 पाप में जीने वाले विश्वासियों से कितना बेहतर है अगर आप 10 ऐसे चेलों को तैयार करें जो प्रभु के सामने थरथराने वाले हो, उसका भय मानने वाले हो। കർത്താവ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം നടത്തുവാനല്ല, അല്ലെങ്കിൽ നല്ല ആളുകളെ ഉണ്ടാക്കുവാനല്ല. കർത്താവ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് പുതിയ സൃഷ്ടികൾ നടത്താനാണ്. प्रभु इस धरती पर व्यक्तित्व का विकास करने के लिए नहीं आया, अच्छे लोगों को बनाने के लिए वो नहीं आया, वो यहाँ पर नई सृष्टि बनाने के लिए आया। ഈ ലോകത്തിൽ അനേക ഗുരുക്കന്മാരുണ്ട്. ഈ ഭൂമിയെ മാറ്റുവാൻ, സിവിലൈസേഷൻ വർദ്ധിപ്പിക്കുവാൻ, ചിലരെ നല്ല ക്വാളിറ്റീസിൽ പണിതെടുക്കുവാൻ തക്കവണ്ണം ഒത്തിരി ഒത്തിരി ഗുരുക്കന്മാർ വന്നിട്ടുണ്ട്. എന്നാൽ ഈ ലോകം യേശു കർത്താവിനെ ഗുരുവെന്ന് വിളിക്കുന്നെങ്കിൽ നമ്മൾ കർത്താവിനെ ഗുരുവെന്നല്ല വിളിക്കുന്നത്. അവിടുന്ന് ഗുരുവും കർത്താവുമാണ്. കാരണം അവൻ പേഴ്സണാലിറ്റി പ്രോഗ്രാമിനും ഡെവലപ്മെന്റിനും വന്നതല്ല, അവൻ എന്റെയും നിന്റെയും പുതിയ സൃഷ്ടിയാക്കി മാറ്റുവാൻ വന്നതാണ്. इस दुनिया में बहुत सारे ऐसे गुरु आए हैं जो लोगों की जिंदगी को बदलने के लिए, उनकी गुणवत्ता को बदलने के लिए, उनके अंदर व्यक्तित्व का विकास करने के लिए उन्होंने बहुत कुछ काम किया है। ये दुनिया मसीह को जब गुरु कहती है तो हम प्रभु को सिर्फ गुरु नहीं, हम प्रभु कहते हैं। वो व्यक्तित्व का विकास करने इस दुनिया में नहीं आया, वो हमें एक नई सृष्टि बनाने के लिए इस दुनिया में आया। അതുകൊണ്ട് തന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇന്നത്തെ ദിവസം മുതൽ കർത്താവിന്റെ മുഖം നമുക്ക് അന്വേഷിക്കാം. Let us take our life seriously. Let us take our ministry seriously. Let us take what we preach. Let us take what we sing seriously. Then God will bless us. He will anoint us powerfully so that we can carry on the testimony which He has entrusted in us. इसलिए भाई और बहनों, आज से हम प्रभु के चेहरे को निहारें। हम जो प्रचार करते हैं उसे गंभीरता से ले, हम जो जिंदगी जीते हैं उसे गंभीरता से ले, हम जो गीत गाते हैं उसे गंभीरता से लें, और अपने काम को हम गंभीरता से लें, ताकि हम प्रभु की गवाही के अनुसार जिंदगी बिता सके। जब हम ऐसा करेंगे तो वो प्रभु हमें अपनी सामर्थ्य से, अपने अभिषेक से भरेगा। There is a saying out in English. It says that your life speaks louder than your words. अंग्रेजी में कहावत है कि आपकी जिंदगी, आपकी बोली, आपके शब्दों से भी ऊंची आवाज में बोलती है। നമുക്ക് എത്ര വേണമെങ്കിലും ശബ്ദമുണ്ടാക്കാം, എത്ര വേണമെങ്കിലും പ്രസംഗിക്കാം. പക്ഷെ നമ്മുടെ ജീവിതം നമ്മുടെ പ്രസംഗത്തിന്റെ രീതിയിൽ അല്ലെങ്കിൽ കേൾക്കുന്നവർ ചെവി പൊത്തും, അവർ നമ്മളെ ഹൃദയത്തിന്റെ ഉള്ളിൽ പുച്ഛിക്കും. हम बहुत जोर जोर से बोल सकते हैं, बहुत ऊंची आवाज में हम प्रचार कर सकते हैं, पर अगर हमारी जिंदगी हमारे प्रचार से मेल नहीं खाती है तो सुनने वाले कान बंद कर लेंगे। സഹോദര സഹോദരി, സഹോദര, നിന്റെ പ്രസംഗം കേട്ട് നിന്റെ ഭാര്യ പോലും മാനസാന്തരപ്പെടത്തില്ല. നിന്റെ പ്രസംഗം കേട്ട് നിന്റെ മക്കൾ പോലും മാനസാന്തരപ്പെടത്തില്ല. അവരും നിന്നെ പുച്ഛിക്കും, നിന്റെ അപ്പനും അമ്മയും നിന്നെ പുച്ഛിക്കും. കാരണം അവർക്കറിയാം നിനക്ക് വാക്കുകൾ മാത്രമേ ഉള്ളൂ, നിന്റെ ജീവിതം ഇന്ന് വരെ മാറിയിട്ടില്ലെന്ന്. भाई, आपके इस प्रचार से आपकी पत्नी उद्धार नहीं पाएगी, आपके बच्चे भी मन नहीं फिराएंगे, आपके माँ बाप भी मन नहीं फिराएंगे। क्यों? क्योंकि उनको पता है कि आपके पास सिर्फ बोली है, सिर्फ शब्द है, आपकी खुद की जिंदगी में कोई मन फिराव या बदलाव नहीं है। ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ, ബുക്ക് ഓഫ് ജെറമയ ചാപ്റ്റർ 29:13 says, നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുന്നുവെങ്കിൽ എന്നെ കണ്ടെത്തും. यिर्मयाह 29:13 कहता है, तुम मुझे ढूंढोगे और पाओगे भी, क्योंकि तुम अपने संपूर्ण मन से मेरे पास आओगे। നമ്മൾ പലരും കർത്താവിനെ അന്വേഷിക്കുന്നുണ്ട്, ദൈവത്തെ അന്വേഷിക്കുന്നുണ്ട്, പക്ഷെ പൂർണ്ണ ഹൃദയത്തോടെ അല്ല നാം ദൈവത്തെ അന്വേഷിക്കുന്നത്. हम में से कई लोग परमेश्वर को खोजते हैं, परमेश्वर को हम ढूंढते हैं, पर पूरे दिल से हम नहीं ढूंढते हैं।
നമ്മൾ എന്തെങ്കിലും ഭൗതികമായിട്ടുള്ളതായിക്കൊള്ളട്ടെ നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ കയ്യിൽ എത്തിയിട്ടില്ലേ സഹോദരങ്ങളെ കഴിഞ്ഞ നാളുകളിൽ? चाहे कोई भौतिक चीज भी क्यों ना हो, अगर पूरे दिल से अगर हमने कोशिश की है तो क्या वो पिछले दिनों में हमें वो चीज नहीं मिली है भाई और बहनों? എന്തുകൊണ്ടാണ് ആത്മീയ ജീവിതത്തിൽ നമുക്ക് കർത്താവിനെ കാണുവാൻ കഴിയാതിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ആത്മീയ ജീവിതത്തിൽ കർത്താവ് പറയുന്നത് പോലെ ആകാൻ കഴിയാത്തത്? നമ്മൾ ഭാഗികമായിട്ട് അന്വേഷിക്കുന്നത്, മതപരമായ ചടങ്ങുകളിലാണ് അന്വേഷിക്കുന്നത്. എന്നാൽ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് എനിക്ക് കിട്ടിയേ പറ്റൂ കർത്താവേ എന്ന് പറഞ്ഞ് കർത്താവിന്റെ പാദപീഠത്തിൽ കരയുവാനും നിലവിളിക്കുവാനും കാത്തിരിക്കുവാനും നമുക്ക് കഴിയുന്നില്ല. കർത്താവ് പറഞ്ഞു, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിച്ചാൽ നിങ്ങൾ കണ്ടെത്തും. पर हम आत्मिक रूप से प्रभु को देख क्यों नहीं पा रहे हैं? आत्मिक रूप से हम वैसे क्यों नहीं बन पा रहे हैं जैसे प्रभु हमसे चाहता है? क्योंकि हम आंशिक रूप से खोज रहे हैं, पूरे दिल से, दिल की गहराई से हम नहीं खोज रहे हैं। जैसे हमें प्रभु को खोजना चाहिए वैसे रो रो कर गिड़गिड़ाते हुए पूरे दिल में एक प्यास और बोझ के साथ में हम प्रभु को नहीं खोजते हैं। ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ട് കുട്ടികളെ നോക്കിക്കേ, ഒരാള് 100% മാർക്ക് എപ്പോഴും വാങ്ങും, എല്ലാ വർഷവും 100% വാങ്ങി 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 ജീവിതത്തിൽ ഏറ്റവും ഉന്നതമായ ഒരു സ്ഥാനത്ത് ആ വ്യക്തി എത്തുന്നുണ്ട്. അതേ സ്ഥാനത്ത് അതേ ക്ലാസ്സിൽ അതേ വ്യക്തിയുടെ സ്റ്റുഡന്റിന്റെ കൂടെ പഠിച്ച ഒരു കുട്ടിയെ നോക്കിക്കേ, ഉഴപ്പനായിട്ട് ഒന്നും ചിന്തിക്കാതെ ലോകസുഖങ്ങളും തിന്ന് അല്ലെങ്കിൽ കളിച്ചും കൂത്താടിയും ഒക്കെ നടന്ന് ജീവിതത്തിന്റെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് മസ്ദൂറായിട്ട് ഏതെങ്കിലും ഒരു ഖേത്തിയിൽ അവൻ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർ രണ്ടുപേരും പഠിച്ചത് ഒരു സ്കൂളിലാണ്, അവർ രണ്ടുപേരും ഇരുന്നത് ഒരു ക്ലാസ്സിലാണ്, രണ്ടുപേരും ഇരുന്നത് ഒരു ബെഞ്ചിലാണ്, രണ്ടുപേരെയും പഠിപ്പിച്ചത് ഒരു ടീച്ചറാണ്. എന്നാൽ ഒരുവൻ ഉന്നതങ്ങളിലെത്തി, ഒരുവൻ ഇപ്പോഴ് വയലിൽ വേല ചെയ്യുന്നു. എന്താ വ്യത്യാസം? ഒരുത്തൻ പൂർണ്ണ ഹൃദയത്തോടെ അധ്വാനിച്ചു, മറ്റവൻ ഭാഗികമായി അധ്വാനിച്ചു. അതാണ് ഒരുവന്റെ വളർച്ചയും ഒരുവന്റെ താഴ്ചയുമായി മാറിയത്. आप दो ऐसे छात्रों को देखिए जो एक ही क्लास में पढ़ते हैं। एक तो हर बार हर साल 100% अंक लाता है, वो हर साल 100% अंक लाते लाते ऊंचाई की ओर बढ़ता जाता है और वो व्यक्ति अपनी जिंदगी में बहुत ऊंचाई तक पहुंच जाता है। उसी क्लास में उसी के साथ पढ़ने वाला दूसरा एक लड़का है जो लापरवाह है, जो हंसी खेल में खेल कूद में समय बिताता है, दुनिया की बातों में समय बिताता है और वो लापरवाही में पढ़ता हुआ जाता है। वो अंत में जाकर एक मजदूरी करने वाला मजदूर बन जाता है। इन दोनों का फर्क क्या है? एक तो वो उसी एक ही स्कूल में पढ़े हैं, एक ही बेंच पर बैठे हैं, एक ही क्लास में बैठते थे और टीचर भी पढ़ाने वाले एक जैसे ही थे दोनों को। पर इन दोनों का फर्क क्या था? फर्क ये कि एक ने तो पूरे दिल से मेहनत की पर दूसरे ने आधे अधूरे मन से, आंशिक मन से मेहनत की। तो एक तो ऊंचाइयों पर पहुंच गया, दूसरा जिंदगी में एक मजदूर बनकर रह गया। അതുപോലെ തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും കയ്യിലിരിക്കുന്ന വേദപുസ്തകം ഒന്ന് തന്നെയാണ്. നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കുന്ന യേശു ക്രിസ്തു ഒന്ന് തന്നെയാണ്. നാം എല്ലാവരും ആയിരിക്കുന്ന വിശ്വാസം ഒന്ന് തന്നെയാണ്. പക്ഷേ ജീവിതം അവസാനിക്കുന്ന നാളിൽ ഒരുവൻ കർത്താവിനോട് കൂടെ വസിക്കും, മറ്റവൻ നിത്യ നരകത്തിലെത്തും. बिल्कुल इसी तरह से हम सब के हाथ में एक जैसी बाइबल है, हम सब का विश्वास एक जैसा है, हम सब एक ही प्रभु पर विश्वास करते हैं। पर इस जिंदगी के अंत में एक तो प्रभु के साथ वास करेगा और दूसरा अनंत नाश की ओर जाएगा। കാരണം എന്താണെന്നറിയാമോ? ഒരുവൻ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിച്ചു, മറ്റവൻ ഭാഗികമായി അന്വേഷിച്ച് ഈ ലോകത്തിന് വേണ്ടി ജീവിച്ചു. ഇതാണ് ഒരുവൻ ഉന്നതങ്ങളിൽ എത്തുവാൻ, നിത്യതയിൽ എത്തുവാനും മറ്റവൻ നിത്യനാശത്തിൽ എത്തുവാനും ഇടയായി തീർന്നത്. क्योंकि एक ने तो पूरे दिल से प्रभु की खोज की और दूसरा दुनियादारी के पीछे लगा रहा, आधे अधूरे मन से प्रभु के पीछे लगा रहा। इसीलिए एक व्यक्ति ऊंचाइयों में स्वर्ग तक पहुंच गया और दूसरा व्यक्ति आधे अधूरे मन से दुनियादारी में लगे रहने के कारण वो अनंत नाश की ओर चला गया। മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 25 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഗോസ്പൽ ഓഫ് മാത്യു ചാപ്റ്റർ 23 വേഴ്സസ് 25 to 28. അവിടെ എഴുതിയിരിക്കുന്നു, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം, നിങ്ങൾ കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, അകത്തോ കവർച്ചയും അതിക്രമവും നിറഞ്ഞിരിക്കുന്നു. मत्ती 23 का 25 से 28 तक के वचनों में इस तरह से लिखा। 25वां वचन, हे कपटी शास्त्री और फरीसियों, तुम पर हाय, तुम कटोरे और थाली को ऊपर ऊपर से तो मांजते हो, परंतु वे भीतर अंधेर और असंयम से भरे हुए हैं। അവിടെ എഴുതിയിരിക്കുന്നത് നോക്കിയ, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം. वहां देखिए क्या लिखा है, हे कपटी शास्त्रियों और फरीसियों, तुम पर हाय।
ശാസ്ത്രിമാരും പരീശന്മാരും ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? അവര് ദൈവത്തിന്റെ ന്യായപ്രമാണങ്ങൾ പഠിച്ചിട്ടുള്ളവരാണ്, മറ്റുള്ളവരെ പഠിപ്പിക്കുന്നവരാണ്, ലോകത്തിന്റെ ബഹുമാനം നേടിക്കൊണ്ട് റബ്ബിമാരായി ജീവിക്കുന്നവരാണ്. അവരോടാണ് വാഴ്ത്തപ്പെട്ട് കർത്താവ് പറയുന്നത്, നിങ്ങൾക്ക് ഹാ കഷ്ടം. क्या आपको पता है ये शास्त्री और फरीसी कौन है? ये लोग व्यवस्था को सीखे हुए लोग हैं, सीख कर दूसरों को सिखाने वाले, उपदेश देने वाले लोग हैं, दुनिया के सामने आदर पाने वाले, रब्बी कहलाने वाले लोग हैं। उनको देखकर प्रभु कहता है, शास्त्री और फरीसियों, तुम पर हाय। നിങ്ങൾ പുതിയ നിയമത്തിന്റെ പേജുകളിൽ എല്ലാം നോക്ക്, പഴയ നിയമത്തിന്റെ പേജുകളിൽ എല്ലാം നോക്ക്. കർത്താവ് ഒരിക്കലും ദുഷ്ടരെ നോക്കിക്കൊണ്ട് ഹാ കഷ്ടം പറഞ്ഞിട്ടില്ല, വേശ്യകളോട് ഹാ കഷ്ടം പറഞ്ഞിട്ടില്ല, പിടിച്ചുപറിക്കാരോട് ഹാ കഷ്ടം പറഞ്ഞിട്ടില്ല, ദുഷ്പ്രവർത്തിക്കാരോട് ഹാ കഷ്ടം പറഞ്ഞിട്ടില്ല. എന്നാൽ ഇവിടെ സ്വന്തം ന്യായപ്രമാണം അനുസരിക്കുന്ന സ്വന്തം മക്കളെന്ന് പറയുന്നവരോടാണ് കർത്താവ് ഹാ കഷ്ടം എന്ന് പറഞ്ഞത്. आप पुराने नियम के हर एक पेज पर देख लीजिए, नए नियम के हर एक पेज पर देख लीजिए, प्रभु ने कभी भी किसी दुष्ट को देखकर उस पर हाय नहीं कही। प्रभु ने कभी भी वेश्या को देखकर उस पर हाय नहीं की, लूटमार करने वाले को देखकर उस पर हाय नहीं की, दुष्टता के काम देख करने वाले को देखकर उसने ये नहीं कहा कि तुझ पर हाय। पर यहाँ पे जो लोग प्रभु की व्यवस्था को सीखे हुए हैं, जो लोग प्रभु की संतान कहलाते हैं, उनको देखकर प्रभु कहता है, तुम पर हाय। അതിന് കാരണം എന്തെന്നറിയാമോ സഹോദരങ്ങളെ? ദുഷ്പ്രവർത്തിക്കാർ എവിടെയാണ് അവസാനിക്കുന്നതെന്ന് നമുക്കറിയാം, കർത്താവിനറിയാം. വേശ്യകൾ എവിടെയാണ് അവസാനിക്കുന്നത് നമുക്കറിയാം, കർത്താവിനറിയാം. അതുപോലെ ദുഷ്പ്രവർത്തിക്കാർ എവിടെയാണ് അവസാനിക്കുന്നതെന്ന് കർത്താവിനറിയാം, നമുക്കും അറിയാം. അതുകൊണ്ട് അവരാരും അഭിനയിക്കുകയല്ല. ഒരു ദുഷ്പ്രവർത്തിക്കാരനും പറയത്തില്ല ഞാൻ നല്ലവനാണെന്ന്, ഒരു വേശ്യയും പറയത്തില്ല ഞാൻ നല്ലവളാണെന്ന്, ഒരു കള്ളനും പറയത്തില്ല ഞാൻ നല്ലവനാണെന്ന്. അവരെങ്ങനെയായിരിക്കുന്നുവോ അങ്ങനെ തന്നെയായിരിക്കുന്നു. എന്നാൽ ഇവിടെ ഇതാ ഒരു ഗ്രൂപ്പ് പറയുകയാണ് ഞങ്ങൾ ദൈവമക്കളാണെന്ന്. പക്ഷെ ജീവിതം നോക്കിയാൽ കള്ളനേക്കാൾ ദുഷ്ടനേക്കാൾ പരിതാപകരമായ ജീവിതമാണ്. क्योंकि इसका कारण ये है कि कोई भी जो गलत काम करने वाला है वो कहाँ पहुंचने वाला है इसे हम भी जानते हैं, प्रभु भी जानता है। एक वेश्या कहाँ पहुंचने वाली है उसे हम भी जानते हैं, प्रभु भी जानता है। दुष्टता का काम करने वाला व्यक्ति, उसका अंजाम क्या होगा हम भी जानते हैं, प्रभु भी जानता है। कोई भी दुष्टता का काम करने वाला ये नहीं कहता मैं अच्छा व्यक्ति हूँ, कोई भी चोर ये नहीं कहता मैं अच्छा व्यक्ति हूँ, कोई भी वेश्या ये नहीं कहती कि मैं एक अच्छी स्त्री हूँ। पर यहाँ पे देखिएगा कुछ लोग हैं जो खुद को कहते हैं हम अच्छे हैं, हम प्रभु की संतान हैं, पर उनके अगर काम देखो तो वो चोर से भी, दुष्ट से भी बदतर काम है। അത് തന്നെയല്ലേ നമ്മുടെ പലരുടെയും ജീവിതത്തിന്റെ മധ്യത്തിലുള്ളത് സഹോദരങ്ങളെ? ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിലെ ചിന്തകൾ, നമ്മുടെ തലയ്ക്കകത്തുള്ള ചിന്തകൾ ഏതെങ്കിലും രീതിയിലൊന്ന് വെളിയിലേക്ക് വന്നാൽ നമ്മൾ പോലും അറയ്ക്കുന്ന, നമ്മൾ പോലും കണ്ണുപൊത്തുന്ന, നമ്മൾ പോലും ചെവി പൊത്തുന്ന സ്വഭാവങ്ങളല്ലേ നമ്മളിൽ പലരുടെയും ജീവിതത്തിനകത്ത് ഒളിഞ്ഞിരിക്കുന്നത്? भाइयों और बहनों, क्या हम में से कईयों की हालत ऐसी ही नहीं है? जो हमारे दिल में भरे हुए, मन में भरे हुए जो हमारे विचार हैं, हमारे दिल में जो भरे हुए विचार हैं, दिमाग में जो भरे हुए विचार है, अगर वो किसी न किसी तरह बाहर आ जाए तो इतनी नफरत हम खुद से कर बैठेंगे, हम खुद अपनी आंखें बंद कर लेंगे, हम खुद अपने काम कर लेंगे। इतनी बुराइयां हमारे अंदर भरी हुई है। ദൈവവചനത്തിൽ പറയുന്നുണ്ട്, ഹല്ലേലൂയ, മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 18-19 വാക്യങ്ങൾ പറയുന്നു, വായിൽ നിന്ന് പുറപ്പെടുന്നതോ ഹൃദയത്തിൽ നിന്ന് വരുന്നു, അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു. मत्ती 15वां वचन ये कहता है जो मुंह से जो निकलता है वो दिल में जो भरा होता है वो मुंह से निकलता है और वही मनुष्य को अशुद्ध करता है। ഭാര്യ ഭർത്താവിന്റെ അടുത്ത് പറയുന്ന വാക്കുകളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മളിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അനേക സഹോദരിമാർ, നിങ്ങൾ ഭാര്യമാരല്ലേ, നിങ്ങൾ ഭർത്താക്കന്മാരോട് ചില സമയത്ത് പറയുന്ന വാക്കുകളൊന്ന് ചിന്തിച്ചു നോക്കിയേ. കർത്താവിനെ പാടുന്ന, കർത്താവിനെ സ്തുതിക്കുന്ന, കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന അതേ വായ് കൊണ്ട് സ്വന്തം ഭർത്താവിനോട്, സ്വന്തം അപ്പനോട്, സ്വന്തം സഹോദരങ്ങളോട് നിങ്ങൾ സംസാരിക്കുന്ന വാക്കുകളും ശൈലികളും ഒന്ന് ഓർത്തു നോക്കിക്കേ. मुझे सुनने वाली बहनें, आप में से कई आप पत्नी हैं, आप सोच के देखिए आप अपने पति से जिन शब्दों का इस्तेमाल करती है, जिस मुंह से आप प्रभु की स्तुति करते हैं, प्रभु की आराधना करते हैं, उसकी महिमा करते हैं, उसी मुंह से आप अपने पति के लिए, अपने भाई के लिए, अपनी माता के लिए, अपने पिता के लिए किन शब्दों का इस्तेमाल करते हैं? एक बार थोड़ा सोच के देखिएगा।
എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, നിങ്ങൾ പലരും ഭർത്താക്കന്മാരാണ്, അല്ലെങ്കിൽ സഹോദരന്മാരാണ്. നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് സംസാരിക്കുന്ന വാക്കുകളൊന്ന് ഓർത്തു നോക്കിക്കേ. ദേഷ്യം വരുമ്പോൾ അവരോട് ഇടപെടുന്ന വാക്കുകളൊന്ന് ഓർത്തു നോക്കിക്കേ. സ്വന്തം സഹോദരങ്ങളോട്, സ്വന്തം അപ്പനോട് സംസാരിക്കുന്ന വാക്കുകളൊന്ന് ഓർത്തു നോക്കിക്കേ. ദൈവത്തെ പ്രസംഗിക്കുന്ന, കർത്താവിന്റെ സുവിശേഷം പ്രസംഗിക്കുന്ന, പാടുന്ന, പ്രാർത്ഥിക്കുന്ന അതേ നാവ് കൊണ്ട് നിന്റെ നാവിലൂടെ വരുന്ന ആ വാക്കുകളൊന്ന് ഓർത്തു നോക്കിക്കേ. ഇവിടെ കർത്താവ് പറയുന്നു, അത് ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. കാരണം പുറത്തു വന്നപ്പോഴല്ല അത് വാക്കുകളായിട്ട് മാറിയത്, അത് ഓൾറെഡി നിന്റെ ഹൃദയത്തിനകത്തുണ്ടായിരുന്നു. मुझे सुनने वाले भाइयों, आप में से कई लोग, आप पति हैं, आप भाई हैं, आप सोच कर देखिएगा कि आप अपनी पत्नी के लिए, अपनी बहनों के लिए, अपने माता पिता के लिए जिन शब्दों का आप इस्तेमाल करते हैं, आप सेवकाई करने वाले हैं, आप प्रचार करने वाले हैं, आप प्रभु का नाम लेने वाले हैं, उसके वचन को बोलने वाले लोग हैं, उसी मुंह से आप जिन शब्दों का इस्तेमाल करते हैं, आप सोच कर देखिएगा। और प्रभु यहाँ पे कह रहा है कि वो दिल से निकले हुए शब्द हैं, क्योंकि वो जब मुंह से निकले तब शब्द नहीं बने, वो पहले ही दिल के अंदर शब्द थे, वो बाहर निकले। നമ്മൾ കേട്ടുകൊണ്ടിരുന്ന വാക്യം, ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. हम जो वचन देखते आ रहे थे वो ये कि धन्य है वे जो मन के शुद्ध हैं, क्योंकि वे परमेश्वर को देखेंगे। അടുത്ത 5 മിനിറ്റിനുള്ളിൽ ദൈവവചനം നിർത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. अगले 5 मिनट में मैं वचन को समाप्त करना चाहता हूँ। നമ്മൾ കേട്ട വാക്യത്തിലേക്ക് ഒന്ന് വന്നേ. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം. हमने जो वचन अभी पढ़ा था उसकी ओर वापस आते हैं कि हे शास्त्री और फरीसियों, तुम पर हाय। നിങ്ങൾ കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, അകത്തോ കവർച്ചയും അതിക്രമവും നിറഞ്ഞിരിക്കുന്നു. तुम कटोरे और थाली को ऊपर ऊपर से तो मांजते हो, पर अंदर वो सब अंधेर से भरे हुए हैं। അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ സഹോദരങ്ങളെ? നമ്മുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് വരികയാണെന്ന് വെച്ചോ, അവർക്ക് ചായ ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ആ കപ്പിന്റെ പുറമെ വൃത്തിയാക്കുന്നത്. കാരണം ചായ ഒഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് എന്തായിരുന്നാലും ആരും അറിയത്തില്ല, പക്ഷെ പുറം നല്ല ഭംഗിയായിരിക്കണം. इसका मतलब क्या है? मान लीजिए भाई और बहनों कि हमारे घर पे कोई गेस्ट आया, कोई मेहमान आया, हम जब उसको चाय देने के लिए उनको लेकर जाते हैं तो हम कप को ऊपर ऊपर से थोड़ा साफ कर देते हैं। क्यों? क्योंकि हमें पता है कि अंदर अगर चाय हमने भर दी तो उसके बाद अगर अंदर कुछ गंदा भी है तो भी दिखाई तो नहीं देने वाला है। എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, എന്നാൽ യഥാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു സഹോദരിയാണ് ആ ചായ ഉണ്ടാക്കുന്നതെങ്കിൽ അവൾ എന്താ ചെയ്യുന്നതെന്നറിയാമോ? പുറത്തുള്ളതിനേക്കാൾ അധികം അകം വൃത്തിയാക്കും. കാരണം എന്താണെന്നറിയാമോ? അകത്ത് ശുദ്ധമായിട്ടിരിക്കണം, എന്നിട്ടാണ് പുറം കഴുകുന്നത്. അതാ കർത്താവ് ഇവിടെ പറയുന്നത്, നീ പുറം കഴുകുന്നതിന് കൊടുക്കുന്ന പ്രാധാന്യത്തെക്കാൾ അധികം പ്രാധാന്യം നീ അകം കഴുകി വൃത്തിയാക്കുന്നതിന് കൊടുക്കണം. पर अगर एक बहन वास्तव में प्रेम करने वाली है तो वो बाहर बर्तन को बाहर की बजाय अंदर से ज्यादा साफ करेगी, क्योंकि उसको पता है कि अंदर की सफाई ज्यादा महत्वपूर्ण है। और इसी तरह से प्रभु ये कहता है कि जो बाहर की सफाई से बढ़कर अंदर की सफाई को ज्यादा करना, वो ज्यादा महत्वपूर्ण है, ज्यादा जरूरी है। ഞാനൊരു കാര്യം ചോദിക്കട്ടെ സഹോദര സഹോദരി, നമ്മളെ കുറിച്ച് ആരെങ്കിലും ആവശ്യമില്ലാത്ത ഒരു ദുഷ്പ്രചാരണം നടത്തുകയാണെന്ന് വെച്ചോ, അതായത് കിണ്ടികിണ്ണങ്ങളുടെ പുറത്ത് അഴുക്ക് പിടിപ്പിക്കുകയാണെന്ന് വെച്ചോ, നമ്മൾ അതിനെ ഗൗരവത്തോടെ എടുക്കുമോ? അതോ നമ്മുടെ ഹൃദയത്തിനകത്തുള്ള ഒരു പാപത്തിന്റെ ബലഹീനതയെ അധികം ഗൗരവത്തോടെ എടുക്കുമോ? भाइयों और बहनों, आप मुझे एक बात बताइए, मान लो कोई हमारे खिलाफ हमारी बदनामी कर रहा है, बुरा भरा कह रहा है, यानी हमारे बर्तन को बाहर बाहर से, वो कटोरे और थाली को बाहर से गंदा कर रहा है, तो हम उसको ज्यादा महत्व देंगे या फिर हमारे दिल में जो कमी है, जो बुराई है, उसको दूर करने के लिए हम ज्यादा महत्व देंगे? നമ്മുടെ കയ്യിലൊക്കെ ഫോണുണ്ട്, നമ്മുടെ കയ്യിലൊക്കെ ഇന്റർനെറ്റ് ഉണ്ട്. ഹല്ലേലൂയ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ അതിനകത്ത് കാണുന്നുണ്ടാകാം. നമ്മൾ കൂട്ടുകാരോട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നുണ്ടാകാം. നാം കോപിക്കുന്നുണ്ടാകാം. നാം മറ്റുള്ളവരെ മോഹിക്കുന്നുണ്ടാകാം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നോക്കി ആസ്വദിക്കുന്നുണ്ടാകാം. എന്നാൽ നമ്മുടെ ഉള്ളിൽ എപ്പോഴെങ്കിലും ഈ ബലഹീനതകളെ ഓർത്ത് കർത്താവിന്റെ സന്നിധി കരഞ്ഞിട്ടുണ്ടോ? കർത്താവേ, ഞാൻ ഈ കാണുന്നത്, ഞാൻ ഈ നോക്കുന്നത്, ഞാൻ ഈ ആസ്വദിക്കുന്നത് മറ്റാരും കാണുന്നില്ല, എന്നാൽ അങ്ങ് കാണുന്നുണ്ട്. കാരണം എന്റെ ഹൃദയത്തിന്റെ അകത്തെ ആ ദുഷ്ടത, ഹൃദയത്തിന്റെ അകത്തെ ആ പാപചിന്ത ആരും കാണാത്തത് അങ്ങ് കാണുന്നുണ്ട്. ഇതിൽ നിന്ന് എനിക്കൊരു വിടുതൽ തരണമേ, ഈ ഹൃദയത്തെ ഒന്ന് ശുദ്ധീകരിക്കണമേ എന്ന് പറഞ്ഞ് നമ്മൾ എത്ര പേര് നിലവിളിക്കാറുണ്ട് ദൈവസന്നിധിയിൽ. हम सबके पास में फोन है, इंटरनेट है, उस पे हम बेकार की चीजें शायद देखते होंगे, अपने दोस्तों से हम गलत बातचीत करते होंगे, जो जो हम ये सोचते हैं कि प्रभु इन बातों के बारे में, जो हम बेकार की चीजों को देखकर जो आनंदित होते हैं, जो नहीं देखनी चाहिए उनको देखकर जो आनंदित होते हैं, क्या इसके बारे में कभी भी दिल की गहराई में हम प्रभु के सामने जाकर हम रोए हैं? क्या रो रो कर कभी भी हमने प्रभु से ये कहा है
कि प्रभु और कोई तो इस बात को नहीं जानता है, और तो कोई इसे नहीं देख रहा है, पर आप इसे देखते हैं प्रभु, इसलिए मुझे इससे बाहर निकलने में आप मेरी मदद करें। इन सारी चीजों को, इन गंदी आदतों को छोड़ने का एक अनुग्रह आप मुझे दे। हम में से कितने लोग कभी इस बात को लेकर प्रभु के सामने रोए हैं? നമ്മളെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ പറഞ്ഞുണ്ടാക്കുമ്പോൾ നമ്മൾ അത് ഓർത്ത് ഏങ്ങലടിച്ച് കരയാറുണ്ട്. ആളുകളുടെ മുമ്പിലിരുന്ന് കരഞ്ഞുകൊണ്ട് പറയാറുണ്ട്, ഞാൻ അറിയാത്ത കാര്യങ്ങൾ അവർ പറഞ്ഞുണ്ടാക്കി, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അവർ പറഞ്ഞുണ്ടാക്കി എൻ്റെ പേരിനെ ചീത്തപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് നമ്മൾ കരയാറുണ്ട്. എന്നാൽ നമ്മളെ നിത്യ നരകത്തിലെത്തിക്കുന്ന ഈ അകത്തെ പാപങ്ങൾ ഓർത്ത് മറ്റുള്ളവരുടെ മുമ്പിൽ കരയേണ്ട, ദൈവസന്നിധിയിൽ കരയുവാനുള്ള വ്യഗ്രത സഹോദരങ്ങളെ നമുക്കുണ്ടോ? दूसरे लोग जो हमने नहीं किया या नहीं बोला, उसके बारे में बोलकर जब हमें बुरा भला कहते हैं, तो हम लोगों के सामने हम ये कहकर रोते हैं कि मैंने ऐसा किया नहीं, बोला नहीं, फिर भी वो मुझे बेकार में बदनाम कर रहे हैं। हम उन बातों के बारे में हम रोते हैं, पर जो बातें हमें अनंत नरक की ओर ले जा सकती है, अनंत नाश की ओर ले जाती है, उसके बारे में हमें लोगों के सामने रोने की जरूरत नहीं है। पर क्या हम प्रभु के सामने कभी उन बातों के बारे में रोए हैं? ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ നിർത്തുകയാണ്. കർത്താവ് വന്നില്ല എങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. मैं अपने शब्दों को यहाँ रोकना चाहता हूँ। अगर प्रभु का आगमन नहीं होता है, तो अगली क्लास में हम इन बातों को आगे की ओर देखेंगे। സഹോദരങ്ങളെ, കർത്താവിന്റെ വചനം നമ്മളെ പഠിപ്പിച്ചു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ, ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. मत्ती 5:8 में परमेश्वर का वचन हमें सिखाता है कि धन्य है वे जो मन के शुद्ध हैं, क्योंकि वे परमेश्वर को देखेंगे। ദൈവത്തെ കാണണമെന്നുള്ള ആഗ്രഹമാണ് നമ്മുടേതെങ്കിൽ, കർത്താവിനോട് വസിക്കണമെന്നുള്ള ആഗ്രഹമാണ് നമ്മുടേതെങ്കിൽ, നമ്മുടെ ശുശ്രൂഷകൾ സ്വർഗം അംഗീകരിക്കുന്ന ശുശ്രൂഷകളായി തീരണമെന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹമെങ്കിൽ, നമ്മുടെ ഹൃദയത്തിന് ശുദ്ധി വരുത്തുവാനൊക്കെ വേണം ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. അതിനുവേണ്ടി കരയാം, അതിനുവേണ്ടി കൃപയ്ക്കായി യാചിക്കാം, അതിനുവേണ്ടി ഉപവസിക്കാം, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഈ നാളുകളിൽ കർത്താവ് ഒരു വലിയ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ചെയ്യട്ടെ. अगर हमारी इच्छा प्रभु को देखने की है, अगर हमारी इच्छा प्रभु के साथ रहने की है, अगर हमारी इच्छा ये है कि हमारी सेवकाई ऐसी हो जो प्रभु को भाए, तो इन दिनों में हम उसके लिए प्रभु के सामने रोएं, उसके लिए हम प्रभु के सामने गिड़गिड़ाएं कि हमारा मन शुद्ध होने पाए, हमारा मन साफ होने पाए। उसके लिए हम प्रभु के सामने रोएं, गिड़गिड़ाएं, उपवास करें, प्रार्थना करें प्रभु से, उसके लिए अनुग्रह और सामर्थ्य को मांगे। How to overcome sin, how to overcome temptation, പാപത്തെ എങ്ങനെ ജയിക്കാം, പ്രലോഭനങ്ങളെ എങ്ങനെ അതിജീവിക്കാം, ഇതൊരു വലിയ സബ്ജക്റ്റാണ് ഈ ദിവസങ്ങൾ ഒന്നിൽ. ഹല്ലേലൂയ. ഏതെങ്കിലും ഒരു മെസ്സേജിനോട് ചേർത്ത് അതിന് ചില കാര്യങ്ങൾ, എൻ്റെ ജീവിതത്തിൽ എന്നെ ദൈവം ജയിപ്പിച്ച ചില വിഷയങ്ങളെ കുറിച്ച് ഞാൻ പിന്നീട് ഷെയർ ചെയ്തു കൊള്ളാം. हम पाप पर कैसे जीत सकते हैं या परीक्षाओं पर कैसे जीत सकते हैं, वो एक बहुत बड़ा विषय है। लेकिन इन दिनों में, आने वाले दिनों में, किसी भी एक दिन किसी एक संदेश के साथ जोड़कर मुझे परमेश्वर ने जिन बातों पर जीतने में मदद की, उन बातों को मैं आपके सामने बांटना चाहूंगा। കർത്താവിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി കൊടുത്തുകൊണ്ട് കണ്ണുനീരോടെ നമുക്ക് പ്രാർത്ഥിക്കാം. हम अपने आप को प्रभु के हाथों में दीनता के साथ उसके हाथों में सौंपते हुए, रोते हुए हम प्रार्थना करें। പരിശുദ്ധ പിതാവേ, അങ്ങേക്ക് സകലതും കഴിയും. ഇന്നത്തെ രാത്രി ഞങ്ങൾക്ക് അന്ന് കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ പുത്രനെ ഞങ്ങളുടെ മധ്യത്തിൽ മഹത്വപ്പെടുത്തിയതിനായി സ്തോത്രം. മഹത്വപൂർണ്ണമായ ഞങ്ങളുടെ വചനത്തെ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് അവിടുന്ന് തന്നതിനായി സ്തോത്രം. അപ്പാ, ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ദാസന്മാരുണ്ട്. ഹല്ലേലൂയ. ഒരു വലിയ വാഞ്ച അവരുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിന് കൊടുക്കണമേ അപ്പാ. ചില സഭയിൽ വലിയ വിടുതലുകൾ നടക്കുവാൻ, കുടുംബങ്ങളിൽ വിടുതലുകൾ നടക്കുവാൻ, അതുവഴി ദേശങ്ങൾ വിടുവിക്കപ്പെടുവാൻ കർത്താവിന് വേണ്ടി ഒരു വലിയ കൂട്ടമുണ്ടാകുന്നതല്ല, വന്ന കൂട്ടം ശുദ്ധീകരിക്കപ്പെടുവാൻ അങ്ങയ്ക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരു വലിയ ജനത്തെ കർത്താവ് ഒരുക്കിയെടുക്കുമാറാകണമെന്ന് ഇന്നത്തെ രാത്രി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ദാസന് ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ. അനേകർക്ക് അനുഗ്രഹമായി ഞങ്ങളുടെ ദാസനെ കർത്താവ് സൂക്ഷിക്കുമാറാകണമേ, കുടുംബമായി അനുഗ്രഹിക്കണമേ, ശുശ്രൂഷകളെ മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റു ദൈവദാസന്മാരെയും ദൈവദാസിമാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഏൽപ്പിച്ച വേലകളിൽ വിശ്വസ്തയോടെ നിൽപ്പാൻ, എൻ്റെ കർത്താവിന്റെ പ്രതിഫലത്തിന് വേണ്ടി തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് ഗൗരവത്തോടെ തങ്ങളുടെ വിളികളെ ഏറ്റെടുത്ത് ഹല്ലേലൂയ മുന്നോട്ട് ജീവിപ്പാനുള്ള കൃപ ഓരോരുത്തരുടെ മേലും പകർന്നാട്ട് കർത്താവേ, ഞങ്ങളുടെ ജനമാകുന്ന ഞങ്ങളെ ഇന്ന് രാത്രികാലം അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം. അങ്ങയുടെ സാന്നിധ്യത്തെ തന്നതിനായി സ്തോത്രം. എപ്പോഴും അങ്ങയുടെ നാമം മഹിമപ്പെടുത്തണം. പ്രാർത്ഥന കേട്ട് കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിച്ച് ആശീർവാദം. आइए हम एक बार फिर प्रार्थना करेंगे। पिता, हम आपका धन्यवाद करते हैं सच्चे समय के लिए प्रभु, इस सच्ची संगति के समय के लिए धन्यवाद प्रभु, आपके सामर्थ्य वचन के लिए धन्यवाद, आपके दास के लिए खास तौर से हम आपका धन्यवाद करते हैं जिन्हें एक बार फिर से प्रभु आपने हमारे बीच में इस्तेमाल किया।
प्रभु हम आपके दास को, उनके परिवार को, उनकी सेवकाई को, उनकी नौकरी को हम आपके हाथों में समर्पित करते हैं। उन्हें अपने बड़े अनुग्रह से, बड़ी सामर्थ से भर प्रभु, अपने बड़े अभिषेक से भर प्रभु, और भी बहुतों के लिए एक बड़ी आशीष का कारण बना। आज हमारे बीच में आया आपके सामर्थ्य वचन के लिए धन्यवाद करते हैं प्रभु। हमें शुद्ध कर प्रभु, हमें बाहरी तौर से नहीं प्रभु, अंदर से शुद्ध बना प्रभु जी। अंदर और बाहर एक जैसी जिंदगी बिताने में प्रभु जी, निष्कपट बेदाग जिंदगी जीने में प्रभु हम सबकी मदद कर प्रभु। आए हुए सारे भाई बहनों को, दासों दासियों को हम आपके हाथों में समर्पित करते हैं प्रभु। आज के वचन के प्रकाश में प्रभु हम अपनी जिंदगी में झांकने वाले बनने पाए। आज तक की हमारी जिंदगी पर एक नजर हम डालने वाले बनने पाए कि क्या प्रभु हमारी जिंदगी आपके सामने शुद्ध है, क्या हमारा मन, क्या हमारा दिल आपके सामने निष्कपट है प्रभु। हम अपने आप को जांच कर प्रभु आपके वचन के सामने अपने आप को नम्र और दीन करने पाए प्रभु। पुराने वाले दिनों में प्रभु दिल की शुद्धता के साथ, मन की सफाई के साथ प्रभु हम आपके साथ जीने वाले, आपके सामने सेवकाई करने वाले बनने पाए। इसका एक अनुग्रह, इसकी एक सामर्थ्य से हम में से हर एक को भर प्रभु। सब लोगों को हम आपके हाथों में समर्पित करते हैं। इस अच्छे समय के लिए धन्यवाद। आपके दासों के लिए जो इस मीटिंग के पीछे जिन्होंने परमेश्वर मेहनत की है प्रभु जी, उनके लिए हम आपका धन्यवाद करते हैं। सबको बहुत से आशीष दे। सारी बातों के लिए धन्यवाद, सारा आदर, सारी महिमा आप ही के नाम को समर्पित करते हुए प्रभु यीशु मसीह के नाम से मांगते हैं, आमेन। बेनिडिक्शन। अब पिता परमेश्वर का प्रेम, पुत्र यीशु मसीह का अनुग्रह और पवित्र आत्मा की संगति और सहभागिता हम सबके साथ प्रभु यीशु मसीह के दोबारा